ഒരാൾ ഗൾഫിൽ നിന്ന് വരുന്നു, ഒരു ബസ് വാങ്ങിക്കുന്നു, ആ ബസ് തകരുന്നു, കണ്ടക്ടർ പൈസ മുഴുവൻ അടിച്ചുകൊണ്ട്, ജഗദീഷ് പറ്റുന്നു അല്ലേ, പൈസ മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എത്തിക്കാൻ പോയ സന്ദേശം എന്താ? കേരളത്തിൽ ഇതൊന്നും നടക്കില്ല. യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് എന്താ? ഇങ്ങനെ ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ പോലും നോക്കാതിരിക്കുക, കാശ് കൈകാര്യം ചെയ്യുന്ന ഒരു ജോലിക്കാരനെ വയ്ക്കുമ്പോൾ ആരാണെന്ന് പോലും അന്വേഷിക്കാതിരിക്കുക. അങ്ങനെ ഒരാൾ വ്യവസായം തുടങ്ങിയാൽ അന്ന് തന്നെ പൂട്ടിയില്ലല്ലോ എന്നതാണ് നമ്മൾ ആശ്വസിക്കേണ്ടത്. അത് കേരളത്തിലല്ല, ലോകത്തെവിടെയും അങ്ങനെയാണ് ഒരാൾ ബിസിനസ് നടത്തുന്നതെങ്കിൽ അപ്പോൾ തന്നെ തകർന്നു പോകും. പൊതുവെ മാധ്യമങ്ങൾ പറയുന്ന പിണറായി അല്ല ഞങ്ങൾ അറിയുന്ന പിണറായി. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ തന്നെ എത്രയോ ചിരിക്കുന്ന ഫോട്ടോ ഉണ്ടെങ്കിലും മാധ്യമങ്ങൾ വരുമ്പോൾ ഒരിക്കലും ചിരിക്കാത്തൊരു മനുഷ്യനെന്ന പ്രതീതി വരുള്ളൂ. അപ്പോൾ നന്നായി ചിരിക്കുന്ന ഒത്തിരി ഫോട്ടോ എല്ലാവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതീതികൾ നിർമ്മിക്കരുത്. നെഗറ്റീവ് വഴി അങ്ങനെ ഒരു രീതി ഉണ്ടായിരിക്കും. പക്ഷേ ജനങ്ങൾ അവരുടെ അനുഭവങ്ങളിൽ നിന്നാണല്ലോ നിലപാടുകളിലേക്ക് എത്തുക. ഒരു വിശ്വാസിക്ക് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് നമ്മൾ കാണുന്ന പോലെ ഒരു അവിശ്വാസിക്ക് ഇന്ത്യയിൽ എത്രത്തോളം സ്പേസ് ഉണ്ട്? ഇപ്പോഴത്തെ ഒരു പ്രശ്നം തൻ്റെ മതം മാത്രം മതി, തൻ്റെ മതം മാത്രം ശരി എന്ന ഒരു ചിന്ത ഉള്ളൊരു വിഭാഗം ശക്തിപ്പെടും. വിശ്വാസിക്ക് വിശ്വാസം എപ്പോഴും ഒരു ആശ്വാസത്തിൻ്റെ ഒരു ആൽമരത്തണലാണ്. എന്നാൽ വർഗീയവാദി അതിനെ പിടിച്ചെടുത്തുകൊണ്ട് അധികാരത്തിൻ്റെ ഒരു ആയുധമാക്കി മാറ്റുകയാണ്. നിങ്ങൾ ക്ഷേത്രത്തിൽ കയറേണ്ട ഒരു ഉത്തരവാദിത്വമുള്ള വകുപ്പാണെങ്കിൽ കയറുമ്പോൾ അവിടെ എങ്ങനെയാണോ കയറേണ്ടത് അങ്ങനെ കയറണം. ഞാൻ ഷർട്ട് ഊരാത്ത ആളാണ്, അതുകൊണ്ട് ഞാൻ ഷർട്ട് ഊരാതെ കയറാന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ കയറാനുള്ളതില്ല. നമ്മുടെ VS പോയ സമയത്ത് ഒരു ക്യാമ്പയിൻ പോലെ കേട്ട വാചകങ്ങളാണ്. അങ്ങനെ അവസാന കമ്മ്യൂണിസ്റ്റും പോയി. ഇപ്പോൾ VSന് കിട്ടിയ ജനകീയത VS ഈ പാർട്ടിയെ നയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിൽ പാർട്ടിയുടെ ഭാഗമായി തന്നെയാണ് VS നിന്ന്. ഒരു ഘട്ടത്തിലും അതൊന്നും മാറിയിട്ടില്ലെന്ന്. അതിൻ്റെ ഭാഗമായി ജനങ്ങളുമായിട്ടുള്ള നല്ല ഒരു ജൈവബന്ധം VSനുണ്ടായി. അത് VS പോയതോടുകൂടി ആ ബന്ധം പാർട്ടിക്കില്ല എന്ന് സ്ഥാപിക്കാനുള്ളൊരു വ്യഗ്രത പല നെഗറ്റീവിലേക്കും എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കൊലക്കേസിൽ പിടിച്ച ഒരു പ്രതി പറഞ്ഞത് 14 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി പോരുമല്ലോ. അതായത് ഒന്നും ഇനഫല്ല. ഇനി നിയമങ്ങളാണെങ്കിൽ പോലും പാലിക്കപ്പെടുന്നില്ലെങ്കിൽ സാരമില്ല, ഒരു ചെറിയ റോഡ് നിയമം ആയിക്കൊള്ളട്ടെ. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ 14 വർഷം കഴിഞ്ഞ് ഇറങ്ങുമല്ലോ എന്ന് പറയുന്നാൽ 14 വർഷം കഴിഞ്ഞ് അതേ മാനസികാവസ്ഥയിലാണ് ഇറങ്ങുന്നതെങ്കിൽ നമ്മുടെ സംവിധാനത്തിന് കുറവുണ്ടെന്നുള്ളതാണ്. നിയമം നിങ്ങൾക്കറിയില്ല എന്നുള്ളത് നിയമം ലംഘിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല. അല്ല, നോക്കുകൂലി നമ്മൾ അംഗീകരിക്കുന്നതല്ല, അതൊരു ക്രിമിനൽ കുറ്റമാണ്. കടകളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ സ്വിഗ്ഗി വഴി വാങ്ങുന്നു. അപ്പോൾ കടക്കാർക്കുള്ള കച്ചവടം കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതിന് നഷ്ടപരിഹാരം ഞങ്ങൾക്ക് നോക്കൂലി വേണമെന്ന് അവർ ആവശ്യപ്പെടും. അവർക്ക് ഈ കൊമേഴ്സ് തോന്നുന്നു ഞങ്ങളുടെ കച്ചവടം കുറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്കത് കിട്ടണമെന്ന് അവർക്ക് പറയാൻ പറ്റും. ടെക്നോളജി വരുമ്പോൾ പോലെ മാറ്റം വരും. അതുകൊണ്ട് നോക്കുകൂലിയെ നമ്മളാരും അംഗീകരിക്കുന്നില്ല. അപ്പോൾ മാധ്യമങ്ങൾ പണ്ട് ഒരു സമ്മത നിർമ്മാണത്തിൻ്റെ ഉപകരണങ്ങളാണ്. ചെറിയ വ്യത്യാസമായിരുന്നു. അക്ഷരത്തിൻ്റെ ഒരു വളവ് കൂടുമ്പോൾ രാഷ്ട്രീയം തലകീഴായി മാറി. കെവിൻ്റെ കോട്ടയത്തതുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കുട്ടിയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ നമ്മളൊന്ന് ഒലഞ്ഞു പോകും. അപ്പോഴിപ്പോൾ എന്ത് തോന്നുന്നു എന്ന് മൈക്കുമായി ചോദിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകർ. മാധ്യമങ്ങളുടെ ഒരു റേറ്റിംഗ് പിന്നെ ഓരോ ദിവസവും നമ്മൾ ഞങ്ങൾ മുമ്പിലായിരുന്നു, ഇന്നലെ മറ്റവരായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ ഇത്ര മുൻപിൽ പോകുന്നു, ഓരോ ദിവസവും ഇത്ര. അപ്പോൾ അതിലേക്കാണ് ഊന്നൽ. തൻ്റെ ശരികളിൽ ഉറച്ചു നിന്ന് സ്വന്തം പാർട്ടിയുടെ സ്നേഹവും എതിർ പാർട്ടികളുടെ ബഹുമാനവും ഒരുപോലെ നേടുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ എതിർപ്പുകളാണെങ്കിലും മലയാള ഭാഷയെ ഏറ്റവും ഭംഗിയോടുകൂടിയേ അദ്ദേഹത്തിൽ നിന്നും കേൾക്കാനായി സാധിക്കൂ. സൈന സൗത്ത് പ്ലസ് പ്രസൻസ് ലൈഫ് ബിഹൈൻഡ് ദ മൈക്ക് പോഡ്കാസ്റ്റിൽ എനിക്കൊപ്പമുള്ളത് ശ്രീ P. രാജീവാണ്. സർ, സ്വാഗതം. നമസ്കാരം. ഞാനീ പറഞ്ഞ പോലെ സാറിൻ്റെ മലയാളത്തിനൊരു വല്ലാത്ത ഭംഗിയാണ്. സാറിൻ്റെ നിലപാടുകൾക്കും ആശയങ്ങൾക്കും ഒരു ഭംഗിയാണ്. പക്ഷേ വ്യവസായ വകുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രിസംഷൻസ് നമ്മുടെ നാട്ടിലുള്ളൊരു വകുപ്പാണ്. ഇപ്പോൾ സ്വന്തം സ്ഥാപനത്തിലെ ചുമട്ടുതൊഴിലാളികളുടെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ പോലും പലപ്പോഴും പുറത്തു വരുന്നൊരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം വ്യവസായത്തിന് പറ്റിയൊരു സ്ഥലമല്ല, വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല നമ്മുടേത്. കാലാകാലങ്ങളായി പലരായി പറഞ്ഞ് ഒരുപക്ഷെ ഒരു അജണ്ട പോലെ അല്ലെങ്കിൽ ഒരു ആളുകളുടെ ചിന്താഗതി പോലെ വന്നിട്ടുള്ളൊരു കാര്യമാണ്. വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ?
കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം കേരളം വ്യവസായ സൗഹൃദമല്ല, ഇവിടെ ഒന്നിനും പറ്റില്ല എന്നുള്ളതായിരുന്നു. എന്ന് മാത്രമല്ല, ഇവിടെ ആകെ ഈ പെട്ടിക്കടിയും ബീവറേജും ഇതൊക്കെയല്ലേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ ആളുകളെല്ലാം നാട് വിട്ടുകൊടുകയാണ്, വൃദ്ധസദനമായിക്കൊണ്ടിരിക്കുന്നു, വ്യവസായങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വകുപ്പാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ലോ, നമുക്ക് ഏൽപ്പിക്കുന്ന വകുപ്പുകളിലെ കൈകാര്യം ചെയ്യാം. അപ്പോൾ അത് നമ്മളാകെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പുറത്ത് പറയുന്ന ഒരു കേരളമല്ല വ്യവസായത്തിനും കേരളം. ഇപ്പോൾ വന്ന മാറ്റങ്ങളിൽ എല്ലാ സ്ഥാപനങ്ങളും ഈ പീരീഡിൽ വന്നതൊന്നുമല്ല. പക്ഷെ ലോകത്തിന് തന്നെ അഭിമാനകരമായ പല സ്ഥാപനങ്ങളും കേരളത്തിൽ ആരും അറിയാതെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെ നമ്മുടെ ഈ ഡീപ്പ് റൂട്ടഡ് പ്രിസംഷൻസ് മാറ്റിയെടുക്കാം. അപ്പോൾ ചിലർ പറഞ്ഞ് നമുക്ക് നല്ലൊരു ഏജൻസി ഏൽപ്പിക്കാം, കാരണം ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് അങ്ങനെ ടാഗ് ലൈനൊക്കെ ഇതിങ്ങനെ കണ്ടെത്താം. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞത് അത് വളരെ എളുപ്പമാണ് അവർക്ക്. നമുക്ക് ഈ ഒരു എവറസ്റ്റ് പോലെ ഒരു നുണപ്രചാര വേലോ അല്ലെങ്കിൽ ഡീപ്പ് റൂട്ട് പ്രിസംഷൻ ഉണ്ട്, അതാകെ ഇടിച്ച് നിരപ്പാക്കി കഴിഞ്ഞാലേ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ വെല്ലുവിളി. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പരിപാടിയിൽ ഏഷ്യാനെറ്റിൻ്റെ ശ്രീ മാധവൻ പറയുകയുണ്ടായി, ഇപ്പോഴത്തെ വ്യവസായ വകുപ്പിൻ്റെ ഒരു പ്രധാന നേട്ടമായി അദ്ദേഹം കാണുന്നത് ആ പ്രിസംഷൻ അങ്ങ് മാറ്റിയെടുക്കാൻ പറ്റി, ഇവിടെ വ്യവസായം നടത്താം എന്നൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നത്. എനിക്ക് തോന്നുന്നു അത് കുറേ മറികടക്കാൻ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. വർക്ക് ഫ്രം കേരള എന്ന് പറയുന്ന ഒരു കൾച്ചർ, കേരളത്തിലിരുന്ന് ജോലി ചെയ്യുക, സർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത് നമ്മൾ ചുറ്റും കണ്ടുവരുന്നുണ്ട്. ഇപ്പം ഊബർ പോലെയുള്ള കമ്പനീസ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരൊക്കെ ഇവിടെ നിന്ന് ഒരുപാട് ഇവിടെ ഇരുന്ന് കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക, അവരുടെ പേര് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാർക്ക് തിരികെ വരാനായിട്ടാണെങ്കിലും ഇവിടെ ജോലി ചെയ്യാനായിട്ടാണെങ്കിലും ഇവിടെ പുതിയതായിട്ട് തുടങ്ങാനായിട്ടാണെങ്കിലും ആളുകളുടെ മനോഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരണമെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ തിരികെ വരുന്നവർക്ക് അവർ ഫേസ് ചെയ്യുന്നതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ? പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, പൂർണ്ണമായിട്ട് പെർഫെക്റ്റ് ആവില്ല നമുക്ക്, പക്ഷെ കുറേ മാറ്റം വന്നു. നമ്മുടെ പക്ഷേ ഒരു മൈൻഡ് സെറ്റ് പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് നമ്മൾ എയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറച്ച് ആളുകൾ തുടങ്ങി ഇവിടെ ഒന്നും നടക്കില്ല, ഇവിടെ ഒന്നുമില്ല, കേരളം വ്യവസായത്തിന് പറ്റിയതല്ല, അങ്ങനെ നെഗറ്റിവിറ്റിക്ക് വലിയ താല്പര്യമുണ്ട്. അപ്പോൾ ആ മൈൻഡ് സെറ്റ് നമ്മൾ മാറണം. കാരണം കേരളം വ്യവസായത്തിന് പറ്റുന്ന നാടാണ്, തൊഴിലെടുക്കാൻ പറ്റുന്നൊരിടമാണ്. പിന്നെ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാവും, ആ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വ്യവസായം തുടങ്ങാൻ ഇപ്പോൾ എല്ലാ തടസ്സങ്ങളും നമ്മൾ മാറ്റിയിട്ടുണ്ട്. 50 കോടി രൂപ വരെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ നേരെ സിസ്റ്റത്തിന് മുമ്പിലിരുന്ന് അപ്ലോഡ് ചെയ്താൽ മതി, ഒരു 5-6 മിനിറ്റുള്ളിൽ തന്നെ പ്രിൻസിപ്പൽ അപ്രൂവൽ കിട്ടും. റെഡ് കാറ്റഗറി പെടാത്ത ഏത് വ്യവസായവും കേരളത്തിൽ ആരംഭിക്കാം വിത്തൗട്ട് എനി ലൈസൻസ്. പക്ഷേ നമ്മുടെ അഫിഡാവിറ്റിലാണ് തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ നിയമവിരുദ്ധമായൊരു സ്ഥലത്ത് തുടങ്ങിയിട്ട് 3.5 കൊല്ലം കഴിയുമ്പോൾ ഞാൻ തുടങ്ങിപ്പോയില്ലെന്ന് പറയാൻ പാടില്ല. നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ജില്ലയും നമ്മൾ ഓഫീസർമാരെയൊക്കെ ട്രെയിനിങ്ങിന് വിട്ടു. ആദ്യം തന്നെ IIM-ൽ വിട്ടു, അഹമ്മദാബാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിട്ടു. അവരുടെ കന്നഡ, സംശയത്തിൻ്റെ കന്നഡ, ഈ വരുന്ന ആൾ ചിലപ്പോൾ നമ്മൾ പറ്റിക്കാൻ വരുന്നതാണോ എന്നാണല്ലോ ഉദ്യോഗസ്ഥർ നോക്കുക. കോൺഫിഡൻസ്, ട്രസ്റ്റിൻ്റെ കന്നഡ, വിശ്വാസത്തിൻ്റെ കന്നഡ കൊടുത്തു. അപ്പോൾ ഉദ്യോഗസ്ഥ സമീപനത്തിൽ മാറ്റമുണ്ടായി. ഇപ്പോൾ മാറ്റമുണ്ടോ എന്ന് നമ്മൾ ശരിക്കും അറിയേണ്ടത് സംരംഭകരോട് ചോദിക്കുമ്പോഴാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംരംഭകരിൽ ഞാൻ പറയുന്നു മഹാഭൂരിപക്ഷവും ഇപ്പോൾ ഹാപ്പിയാണ്. അവരുടെ മീറ്റിങ്ങിൽ പോയാൽ തന്നെ പണ്ട് ആദ്യത്തെ വർഷമൊക്കെ സ്വാഗത പ്രസംഗം നിവേദനം പോലെയായിരുന്നു. ഇപ്പോൾ സ്വാഗത പ്രസംഗമൊക്കെ വളരെ ചുരുങ്ങി, അധികം ആവശ്യങ്ങൾ വയ്ക്കാനില്ല. പിന്നെ വി ആർ വർക്കിംഗ് ടുഗദർ, ഗവൺമെൻറ്റും ഈ ഏജൻസീസും വി ആർ വർക്കിംഗ് ടുഗദർ ആസ് എ ടീം ടു അട്രാക്ട് മോർ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ഗവൺമെൻറ്റിന് ഒറ്റയ്ക്ക് കഴിയില്ല, എല്ലാവരും കൂടി ശ്രമിച്ചാലേ കഴിയുള്ളൂ. ഇന്നലെ ഞാൻ നമ്മുടെ എല്ലാ കയറ്റുമതിക്കാരെയും വിളിച്ചിരുന്നു. പെട്ടെന്ന് ക്രൈസിസ് വന്നു, ട്രംപിൻ്റെ പുതിയ താരിഫ് വന്നു. അപ്പോൾ അവർ ക്രൈസിസ് നേരിടുമ്പോൾ അവർ തന്നെ പറഞ്ഞു, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് ഇങ്ങനെ വിളിക്കുന്നത് ഞങ്ങളെ. നമുക്ക് ആ വലിയ കയറ്റുമതിയുള്ള സ്റ്റേറ്റല്ല, പക്ഷെ നമ്മൾ അവരെ ഒരു ഞങ്ങളൊപ്പമുണ്ട്. നിങ്ങൾ പെട്ടെന്ന് പാനിക്കാവും. ചിലപ്പോൾ ഒരു ചെറുകിട ഉൽപ്പാദകൻ വിദേശത്തേക്ക് ഷിപ്മെൻ്റൊക്കെ പെട്ടെന്ന് ക്യാൻസലായാലൊന്ന് പാനിക്കായി പോകും. അപ്പോൾ ഗവൺമെൻറ് നിങ്ങൾക്ക് ഒപ്പമുണ്ട്, നമുക്ക് ഒന്നിച്ച് നോക്കാം, പക്ഷെ വേറെ എന്തെല്ലാം വഴികളുണ്ടെന്ന് കൂടി നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു ടീം എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കിപ്പോൾ വ്യവസായങ്ങളെല്ലാം തുടങ്ങാൻ പറ്റുന്നൊരു അനുകൂല അവസ്ഥയുണ്ട് എന്ന് തന്നെയാണ് സംരംഭകർ സാക്ഷ്യപ്പെടുത്തുന്നത്. മറ്റ് രാജ്യങ്ങളെ പോലെ തന്നെ ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ മതവും രാഷ്ട്രീയവും കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇടതുപക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഒരു സ്റ്റിഫ്നെസ്, ഒരു ബോൾഡ്നെസ് മറ്റ് പാർട്ടികളുമായി അപേക്ഷിക്കുമ്പോൾ തോന്നാറുണ്ട്. ഇത് പക്ഷേ ഒരു നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മീഡിയയും
മറ്റ് പാർട്ടികളും ഉപയോഗിക്കാറുണ്ട്. അപ്പം പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം കഴിക്കണം, നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പം അതുപോലെ ഈ ഒരു പുതിയ മാറുന്ന കാലഘട്ടത്തിൽ കൂടുതൽ ഡിപ്ലോമാറ്റിക്കായ ഒരു പീപ്പിൾ പ്ലീസിങ് ആയ ഒരു അപ്രോച്ചിലേക്ക് മാറേണ്ടതുണ്ട് എന്ന് തോന്നാറുണ്ടോ സർ? അങ്ങനെ ശരിക്കും പീപ്പിൾ പ്ലീസിങ് ആണല്ലോ. അല്ലെങ്കിൽ അടുത്ത വർഷത്തിന് ഇത്ര കാലം കേരളത്തിൽ അധികാരത്തിൽ വരാൻ പറ്റുമായിരുന്നു? ജനങ്ങൾക്കൊപ്പം നിൽക്കുക, ജനങ്ങളിൽ നിന്ന് പഠിക്കുക, ജനങ്ങളെ പഠിപ്പിക്കുക, ഇത് എല്ലാം പ്രധാനമാണ്. അപ്പോൾ ജനങ്ങളോടൊപ്പം നിന്നാൽ മാത്രമേ ജനങ്ങളുടെ വിശ്വാസം കിട്ടുള്ളൂ. അപ്പോൾ പീപ്പിൾ പ്ലീസിങ് ഇനി ആകണമെന്ന് വെച്ച് ഇപ്പോഴാണല്ലോ. ആയതുകൊണ്ടാണ് നമ്മൾ തുടർച്ചയായിട്ട് ഇത് പല ഘട്ടങ്ങളിലും ഭരണത്തിൽ വരാൻ കഴിഞ്ഞത്, പല തലങ്ങളിലും, സ്റ്റേറ്റിൽ മാത്രമല്ല താഴെ തലങ്ങളിൽ, പഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിലെല്ലാം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നരേറ്റീവ് നേരത്തെ സൃഷ്ടിക്കപ്പെടുള്ളൂ. നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ വരുന്ന ഒരു കാരിക്കേച്ചർ എന്നൊക്കെ പറഞ്ഞൊരു മുണ്ട് ഇങ്ങനെ വല്ലാതെ മടക്കി കുത്തി തലയിൽ കെട്ടും കെട്ടിയൊരു ബീഡിയൊക്കെ ഒരിച്ചൊരു കൊമ്പം മീശയ്ക്ക് നിൽക്കുന്ന ഒരു ചുമട്ട് തൊഴിലാളി, ഇയാളാണ് ആ കുഴപ്പം എന്ന മട്ടിലായിരിക്കും ഇത് വരിക. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ തന്നെ എത്രയോ ചിരിക്കുന്ന ഫോട്ടോ ഉണ്ടെങ്കിലും മാധ്യമങ്ങൾ വരുമ്പോൾ ഒരിക്കലും ചിരിക്കാത്തൊരു മനുഷ്യനെന്ന പ്രതീതി വരുള്ളൂ. അപ്പോൾ നന്നായി ചിരിക്കുന്ന ഒത്തിരി ഫോട്ടോ എല്ലാവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതീതികൾ നിർമ്മിക്കാറ് നരേറ്റീവ് വഴി അങ്ങനെ ഒരു രീതി ഉണ്ടായിരിക്കും. പക്ഷേ ജനങ്ങൾ അവരുടെ അനുഭവങ്ങളിൽ നിന്നാണല്ലോ നിലപാടുകളിലേക്ക് എത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആദ്യമായിട്ടൊരു തുടർച്ചയുണ്ടായില്ലേ കേരളത്തിൽ. ഇപ്പോൾ ഇടതുപക്ഷം ഒരു ജനപക്ഷം അല്ല പീപ്പിൾ ഫ്രണ്ട്ലി അല്ല എന്നായിരുന്നുവെങ്കിൽ അങ്ങനൊരു ചരിത്രം സൃഷ്ടിക്കപ്പെടാൻ കഴിയുമായിരുന്നില്ലല്ലോ. അപ്പോൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എങ്ങനെയാണ്? അത് രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, നിങ്ങളവരെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു, എല്ലാം ശരിയാക്കാമെന്ന് പറയുന്നു, ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഉള്ളതുപോലെ ആയിരിക്കില്ല കാണുന്നത്. ഒരു കാപട്യത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രകടനാത്മകത ഉള്ള ഒരു ഭാഗം ഉണ്ടാവും. മറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാൻ പറ്റാത്തതാണ് ഇന്ന ബുദ്ധിമുട്ടുണ്ട് എന്ന് നേരിട്ട് പറയുന്ന, അവർക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു ഭാഷയിൽ പറയുന്നവരുണ്ടോ. അപ്പോൾ ഇത് അത്തരം വ്യത്യാസങ്ങളുണ്ടായിരിക്കും. എന്നാൽ ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ പറഞ്ഞത് ശരിയാണ്, കുറച്ച് ബോൾഡായിരിക്കുന്ന പ്രശ്നം. പക്ഷേ എല്ലാ കാലത്തും എല്ലാ നിലപാടും ഒരേപോലെ നിൽക്കില്ല. കാലം മാറുന്നു, പുതിയ പ്രശ്നങ്ങൾ വരുന്നു, അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിനനുസരിച്ച് പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. എങ്കിൽ നിരന്തരം പുതുക്കിക്കൊണ്ടിരുന്നാലേ നമുക്കിപ്പോൾ നിങ്ങളും ഇപ്പോൾ പോഡ്കാസ്റ്റിംഗ് പണ്ട് ഇങ്ങനെ ചെയ്യായിരുന്നില്ലല്ലോ. നമ്മൾ പോഡ്കാസ്റ്റിങ്ങിലേക്ക് വന്നു, നേരത്തെ ഇപ്പോൾ പുതിയ രൂപങ്ങളിലേക്ക് വരുന്നു, ഇപ്പോൾ റീലുകളിലേക്ക് വരുന്നു. ഇപ്പോൾ നേരത്തെ ഞങ്ങൾ പോഡ്കാസ്റ്റ് മാത്രമേ കൊടുക്കുള്ളൂ, കട്ട് ചെയ്ത് റീലാക്കി കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെന്നെ പ്രസംഗിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിയമസഭയിൽ തന്നെ പറയും, ഒരു ഗ്യാപ്പ് ഇടും, ഒരു നിശബ്ദത ഉണ്ടോയെന്ന് വെച്ചാൽ കട്ട് ചെയ്യണ്ടേ റീലിന് വേണ്ടി. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ മാറിക്കൊണ്ടിരിക്കും. കാലത്തിനനുസരിച്ചുള്ള മാറ്റം പൊതുവേ ഉണ്ടാകണം. പക്ഷെ ആ മാറ്റം എപ്പോഴും നമ്മുടെ അടിസ്ഥാന തത്വങ്ങൾക്കകത്ത് നിന്നുകൊണ്ടായിരിക്കണം. മറ്റ് രാജ്യങ്ങളിലെ പോലെ തന്നെ ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ മതവും രാഷ്ട്രീയവും കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വിശ്വാസിക്ക് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് നമ്മൾ കാണുന്ന പോലെ ഒരു അവിശ്വാസിക്ക് ഇന്ത്യയിൽ എത്രത്തോളം സ്പേസ് ഉണ്ട്? നമ്മുടെ ഈ മതനിരപേക്ഷത എന്നുള്ളത് യഥാർത്ഥത്തിൽ അതിൻ്റെ തുടക്കം ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പേ തുടങ്ങിയതാണ്. മതാതീത ധാർമ്മികത എന്നാണ് അതിൻ്റെ ആദ്യത്തെ അർത്ഥം. ഒരു ശരിക്കും മതം, ധാർമ്മികത ഇത് രണ്ടും ഒന്നിച്ച് നിൽക്കുന്നതാണെന്നാണ് ഒരു മൂല്യം ബോധം നിൽക്കുക. പക്ഷെ അതിന്ന് അപ്പുറത്തേക്കുള്ള ഒരു ധാർമ്മികത എന്ന നിലയിലാണെങ്കിൽ ഇല്ലാത്തൊരു ആത്മീയത, ഇങ്ങനെയുള്ള തലങ്ങളിലാണ് ആദ്യം ഈ പദം തന്നെ ഉൽപ്പത്തി, സെക്കുലറിസം എന്നുള്ള വാക്കിൻ്റെ. പിന്നെ നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ വരുമ്പോൾ മതത്തിൻ്റെ സീസറിനുള്ള എന്നുള്ള ദൈവത്തിനും, മതത്തിൻ്റെ വഴി, രാഷ്ട്രീയത്തിൻ്റെ വഴി. നമ്മൾ വിശ്വാസി പ്രാർത്ഥിക്കും, പരലോകത്തെല്ലുമ്പോൾ സ്വർഗം കിട്ടും. അത് ഇഹലോകത്ത് സ്വർഗം ഉണ്ടാക്കാൻ രാഷ്ട്രീയക്കാർക്കും കഴിയും. അപ്പോൾ രാഷ്ട്രീയം അതിലാണ്, മതം മറുഭാഗത്താണ്. മഹാത്മാഗാന്ധി റാം എന്ന് ഉച്ചരിക്കുന്നു, ഗോഡ്സെ രാം എന്ന മുദ്രാവാക്യം വിളിക്കുന്നു. രണ്ടും രാമനാണ്. പക്ഷെ ഇതിലേതായിരിക്കും വിശ്വാസിയുടെ രാമൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ യഥാർത്ഥ ഇസ്ലാം സ്നേഹത്തിൻ്റേതാണ്, വിശാല മാനവികതയുടേതാണ്. എന്നാൽ അതിൽ തന്നെ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതേ മതത്തെ ഉപയോഗിക്കുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തുമതം ഏറ്റവും വിശാലമായി നിൽക്കുന്ന മറ്റൊരു മനുഷ്യ സ്നേഹം, നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ഇങ്ങനെയുള്ള വിശാലതയുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ ചില സംഘടനകൾ പുതുതായി വന്നിട്ടുണ്ടല്ലോ കേരളത്തിലും. അവർ മറ്റു മതമൊക്കെ തെറ്റാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരാണ്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം തൻ്റെ മതം മാത്രം മതി, തൻ്റെ മതം മാത്രം ശരി
എന്ന ഒരു ചിന്ത ഉള്ളൊരു വിഭാഗം ശക്തിപ്പെടും. അപ്പോൾ എല്ലാ വിശ്വാസവും യഥാർത്ഥത്തിൽ ഇത്തരം ചിന്തയ്ക്കെതിരാണ്. അതിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാടുകൾ അതെല്ലാം വിശാലമായ മനുഷ്യ സ്നേഹത്തിൻ്റെ ദർശനങ്ങളാണ്. പക്ഷെ അതിനെ ചുരുക്കുന്നു, അതിനെ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പോൾ വിശ്വാസിക്ക് വിശ്വാസം എപ്പോഴും ഒരു ആശ്വാസത്തിൻ്റെ ഒരു ആൽമരത്തണലാണ്. എന്നാൽ വർഗീയവാദി അതിനെ പിടിച്ചെടുത്തുകൊണ്ട് അധികാരത്തിൻ്റെ ഒരു ആയുധമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേരളത്തിലെ, ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രശ്നം വിശ്വാസിയുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതൊരു മതനിരപേക്ഷ സമരമാണ്. EMSനോട് ഒരിക്കൽ ഒരു ചോദ്യം ചോദിച്ചു, സെക്കുലറിസത്തിൻ്റെ ശരിയായ മലയാള പദം ഏതാണ്? മതനിരപേക്ഷതയുണ്ട്, മതേതരത്വമുണ്ട്. അപ്പോൾ EMS പറഞ്ഞു, മതേതരത്വം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മതത്തിനിതരമായ ഒന്ന് എന്നൊരു കേൾക്കുമ്പോൾ മതവിശ്വാസിക്ക് അതിൽ ഇടമില്ലല്ലോ എന്ന ചിന്ത വരും. അതുകൊണ്ട് മതനിരപേക്ഷതയാണ് ശരിയായി ഉപയോഗിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വിശ്വാസിയുടെ ഒരു സമരം യഥാർത്ഥ വിശ്വാസം സംരക്ഷിക്കാനാണെങ്കിൽ അത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു സമരമായി മാറുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഭരണഘടന മറ്റ് പല ഭരണഘടനകളിൽ നിന്നും കുറേ കൂടി വ്യത്യസ്തമാണ്. വിശ്വസിക്കാൻ മാത്രമല്ല, പ്രൊപ്പഗേറ്റ്, ആ വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള അവകാശവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അത് വിശ്വാസമാകാം, വിശ്വാസമില്ലാത്ത അവിശ്വാസമാകാം. അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. അത് വളരെ സവിശേഷമായതാണ്. അതിൽ വിശ്വാസിക്ക് ഇടമുണ്ട്, അവിശ്വാസിക്ക് ഇടമുണ്ട്. എന്നാൽ വർഗീയവാദിക്ക് ഇടമില്ലാത്ത രൂപത്തിലുള്ള ഒരു ഭരണഘടനയും ഒരു ചരിത്രഘടനയുമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ മതവിശ്വാസവും രാഷ്ട്രീയ ഉത്തരവാദിത്വവും തമ്മിലുള്ളൊരു അതിർത്തി, അതിനെ സർ എങ്ങനെയാണ് പേഴ്സണലി വീക്ഷിക്കുന്നത്? ഈ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ മതസംഘടനകളുടെ ഇടപെടൽ ആവശ്യത്തിലേറെ അനാവശ്യമായി പല അവസരങ്ങളിലും വരുന്നതായി കാണുന്നില്ലേ? ഇപ്പം അധികം അങ്ങനെ കാണുന്നില്ല. പണ്ട് വകുപ്പുകൾ ഉൾപ്പെടെ അങ്ങനെയൊക്കെയായിരുന്നു ഒരു കാലത്ത് തീരുമാനിച്ചിരുന്നത്. സുപ്രീം കോടതി ഒരു ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞു, യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റിലും കാണാൻ പറ്റുന്നൊരു ഭാഗമാണ്, വിശ്വാസം എന്നുള്ളത് ഒരു വ്യക്തിയുടെ അങ്ങേയറ്റം സ്വകാര്യമായൊരു കാര്യമാണ്. ഭരണ സംവിധാനം വിശ്വാസത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. ആ വിശ്വാസം സമൂഹത്തിന് തെറ്റായ രൂപത്തിൽ ആരെങ്കിലും പ്രയോഗിക്കുമ്പോൾ മാത്രമേ ഭരണകൂടം ഇടപെടേണ്ടതുള്ളൂ. അല്ലെങ്കിൽ വിശ്വാസിക്ക് വിശ്വസിക്കാനുള്ള എല്ലാ അവകാശവും നമ്മൾ ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ വിശ്വാസമില്ലയോ എന്നുള്ളത് ഭരണത്തിലിരിക്കുമ്പോൾ അപ്രസക്തമാണ്. ഇപ്പോൾ എനിക്ക് വിശ്വാസമുണ്ടോ വിശ്വാസമില്ലയോ എന്ന് തീരുമാനിച്ച് എനിക്ക് ഒരു ഭരണാധികാരി എന്ന ഒരു നിലപാടെടുക്കാൻ പറ്റില്ല. ഞാൻ എടുക്കേണ്ട നിലപാട് തിരഞ്ഞെടുക്കുമ്പോൾ വരെ നമ്മളൊരു പാർട്ടിയുടെയും മുന്നണിയുടെയും പ്രതിനിധിയാണ് മത്സരിക്കുമ്പോൾ. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ ഒരു MLA ആയി. അപ്പോൾ MLA തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്കും വേറൊരു MLA ഉണ്ടാവില്ല 5 വർഷം. അപ്പോൾ ജയിപ്പിച്ചവർക്കും തോൽപ്പിക്കാൻ ശ്രമിച്ചവർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും കൂടി ഒരു ജനപ്രതിനിധിയായിരിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഭരണാധികാരികളെ, മന്ത്രിസഭയുണ്ട്, മന്ത്രിമാരാണ്. ഞങ്ങൾക്ക് ആകെ കമ്മിറ്റ്മെൻ്റ് ഉള്ളത് ഭരണഘടനയോട് മാത്രമാണ്. അപ്പോൾ ആ ഭരണഘടനയ്ക്ക് അകത്തും ഇന്ന് ഞങ്ങൾ പ്രവർത്തിക്കണം. ചിലപ്പോൾ നമുക്ക് ചിലർ ചോദിക്കില്ലേ, ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ ഇതേ ക്ഷേത്രത്തിൽ പോയി ഷർട്ടൂരിയിരിക്കുന്നു. പണ്ട് VS പോയിട്ടൊരു ക്ഷേത്രത്തിൽ കയറി ഷർട്ടൂരി. നിങ്ങൾ ക്ഷേത്രത്തിൽ കയറേണ്ട ഒരു ഉത്തരവാദിത്വമുള്ള വകുപ്പാണെങ്കിൽ കയറുമ്പോൾ അവിടെ എങ്ങനെയാണോ കയറേണ്ടത് അങ്ങനെ കയറണം. ഞാൻ ഷർട്ട് ഊരാത്ത ആളാണ്, അതുകൊണ്ട് ഞാൻ ഷർട്ട് ഊരാതെ കയറുക എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ കയറേണ്ടതില്ല. കാരണം കയറുകയോ കയറാതിരിക്കുകയോ ചെയ്യുന്നത് ഒരു പാർട്ടി പ്രവർത്തനം തീരുമാനിക്കാം. പക്ഷെ ഒരു മന്ത്രിക്ക് ചിലപ്പോൾ വകുപ്പുമായി ബന്ധപ്പെട്ട് കയറേണ്ടി വരും. കയറുമ്പോൾ അവിടുത്തെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നിൽക്കേണ്ടത്. അപ്പോൾ വിശ്വാസ സമ്മർദ്ദങ്ങൾ, രാഷ്ട്രീയ മതസംഘടനകളുടെ സമ്മർദ്ദങ്ങൾ ഭരണത്തെ സ്വാധീനിക്കാനേ പാടില്ല. ഈ ഭിന്ന രീതിയിൽ വേണം. ഇപ്പോൾ രാവിലെ ക്ലാസ് പാടില്ല, ഉച്ചയ്ക്കേ പാടുള്ളൂ. അതെല്ലാം അധ്യാപനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും സ്വഭാവത്തിനനുസരിച്ചാണ് സ്വീകരിക്കേണ്ടത്. ആരെങ്കിലും ഹർട്ട് ചെയ്യുന്നുണ്ടോ അത് നമ്മൾ നോക്കണം. ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഭരണ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഞങ്ങളെടുക്കുന്ന തീരുമാനം, ഞങ്ങൾ പ്രയോഗിക്കുന്ന വാക്കുകൾ, ഞങ്ങൾ എടുക്കുന്ന നിലപാടുകൾ, അത് ഒരു വിശ്വാസത്തെയും ശരിയായ വിശ്വാസത്തെ ഹർട്ട് ചെയ്യാൻ പാടില്ല. അത് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ സംരക്ഷിക്കുകയും വേണം. അതാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. താങ്കളുടെ പേഴ്സണൽ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നാറുള്ളത് ക്ലിയറാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ താങ്കളുടെ നിലപാടുകളിലാണെങ്കിലും ഈ 2 വഞ്ചിയിലുള്ള കാലുകുത്തലോ അല്ലെങ്കിൽ
ഈ കുറച്ച് നാൾ അങ്ങോട്ട് ചാഞ്ഞ് കുറച്ച് നാൾ ഇങ്ങോട്ട്, അങ്ങനെ ഒരാളല്ല താങ്കൾ. ഇപ്പം ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം വന്ന സമയത്തും താങ്കളുടെ നിലപാട് എന്ന് പറയുന്നത് പലസ്തീനോടൊപ്പം, അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. എന്തുകൊണ്ട് ഇതിവിടെ യുദ്ധം തന്നെ ആവശ്യമില്ല, രണ്ടുപേർക്കും രണ്ടുപേരുടെ ശരികളുണ്ട് എന്നുള്ളൊരു നിലപാട് താങ്കൾ എടുത്തില്ല? അല്ല, യുദ്ധത്തിനെതിരാണല്ലോ നമ്മൾ. യുദ്ധം എന്നുള്ളതും ഈ വാക്കുകൾ ഞങ്ങൾ പറയാറുണ്ട്, ഓരോന്നിനും അർത്ഥം ഉണ്ടാവുമല്ലോ. അധിനിവേശം രണ്ടാണ്. അതിന് വാർ, അഗ്രഷൻ, ഇൻവേഷൻ 2 വാക്കുകളാണ്. നിങ്ങൾ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇറാഖ് അമേരിക്ക യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെന്ത് വരും? 2 രാജ്യങ്ങളും സൈന്യങ്ങളോടുകൂടി ഏറ്റുമുട്ടലാണ്. ശബ്ദധാരാവലി ചോദിച്ചാലും ഇതേ അർത്ഥം പറയുള്ളൂ. ഇപ്പോൾ പിന്നെ ശബ്ദധാരാവലി ചോദിക്കാറില്ല ആളുകൾ, മറ്റേ ChatGPTയോടെയാണല്ലോ ചോദിക്കുക, അപ്പോൾ ഈ അർത്ഥം പറയുള്ളൂ. പക്ഷെ മറ്റതൊരു ഏകപക്ഷീയമായ ആക്രമണമാണ്. അതാണ് ഒരു ഇൻവേഷൻ, അഗ്രഷൻ എന്ന് പറയുക. അതിനൊരു ഭാഗം നമ്മുടെ ഇപ്പോൾ ലോക രാഷ്ട്രീയത്തിൽ വരുന്നൊരു പ്രശ്നം, ഒരു നേരത്തെ ഉണ്ട്, ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞ ഹണ്ടിങ്ടൻ്റെ ഒരു പുസ്തകമുണ്ട്. നാഗരികതകളുടെ സംഘർഷം അല്ലെങ്കിൽ സംസ്കാരങ്ങളുടെ ഏറ്റുമുട്ടൽ, ഇങ്ങനെയൊക്കെ മലയാളത്തിൽ പറയാം. അതിൽ ഭാവി നിർണ്ണയിക്കുന്നത് ഈ ക്രിസ്ത്യൻ, മുസ്ലിം ഇങ്ങനെയുള്ള ഏറ്റുമുട്ടലുകളായിരിക്കും ലോകത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുക. അതാണ് ആ പുസ്തകത്തിനകത്തെ ഒരു പ്രമേയം. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു നരേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതവിടെ ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമാണെന്ന മട്ടിലാണ് ചിലർ അവതരിപ്പിക്കുക. വെറുതെ നമ്മൾ വത്തിക്കാൻ ന്യൂസ് നോക്കിയാൽ മതി, കുറച്ച് കാലം മുമ്പുള്ളത്. അവിടെ ജൂതന്മാർ ക്രിസ്ത്യാനികൾക്കെതിരെ ഭയങ്കര ആക്രമണമുണ്ട്. ഈ ഇസ്രായേൽ ക്രിസ്ത്യൻ ബിഷപ്പിൻ്റെ തന്നെ, കാൻറ്റംബററി ബിഷപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒരിക്കൽ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. അവർ തുപ്പൽ ഇതുണ്ടായിരുന്നു, ക്രിസ്ത്യാനികൾ കാണുമ്പോൾ തുപ്പും ജൂതന്മാർ, പള്ളികളിലേക്ക് ആക്രമിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു രീതി അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിനും അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ നിന്നൊക്കെ ആളുകൾ തിരിച്ച് ഇസ്രായേലിലേക്ക് പോയ പാലായനം ഓർമ്മയില്ലേ? അപ്പോൾ നമ്മൾ മലയാളത്തിന് ഇപ്പോൾ ഗ്രാമഫോൺ എന്ന സിനിമ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങോട്ട് പോകാനുള്ള ജനാർദ്ദനൻ എന്ന് തോന്നുന്നു ആ കഥാപാത്രം, തിരിച്ച് പുണ്യനാട്ടിലേക്ക് പോകാനുള്ളൂ. അല്ലെങ്കിൽ സേതുവിൻ്റെ ആലിയ എന്ന് പറയുന്നൊരു നോവലുണ്ട്. അതിലാണ് ഞാൻ തന്നെ ഈ കറുത്ത ജൂതനും വെളുത്ത ജൂതനും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ ജൂതൻ എന്ന് പറയുമ്പോൾ ഒരു കാറ്റഗറിയാണല്ലോ, അതിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട്, കറുത്തവരും വെളുത്തവരും. അപ്പോൾ അവരുടെ നാട്ടിലേക്കുള്ള, അപ്പോൾ ഇവിടെ എല്ലാം ഇപ്പോൾ മാള, കൊച്ചി, ചേന്നമംഗലം, അവരെല്ലാം തിരിച്ച്, അവർക്ക് നാടുണ്ടായില്ല, നാട് കിട്ടിയതിന് ശേഷം വരുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളിൽ നമ്മൾ യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അതിപ്പോൾ റഷ്യ ഉക്രൈൻ ആയാലും ഇസ്രായേൽ പാലസ്തീൻ ആയാലും, നമ്മൾ ഇന്ത്യയിൽ തന്നെ ഈ പലർക്കും ഇത് ഇപ്പോഴത്തെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വളരെ സുന്ദരമായ കാര്യമാണ്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അവിടുത്തെ ഏറ്റുമുട്ടൽ എങ്ങനെയുണ്ട് നോക്കാം. നമ്മളിത് അനുഭവിക്കില്ലാത്തതുകൊണ്ടാണ്. കേരളത്തിൽ അത്ര ആഘാതം പെട്ടെന്ന് വരാത്തൊരിടമായതുകൊണ്ടാണ്. അപ്പോൾ യുദ്ധമൊന്നിനും ഒരു പരിഹാരമല്ല, ചർച്ചകളിലൂടെ സമാധാനത്തിലേക്ക് എത്തിക്കുക. നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ ഓരോ മീഡിയയ്ക്കും അവരുടെ രാഷ്ട്രീയമുണ്ട്. ഈ മീഡിയയിലെ അവതാരകർക്ക് അവരവരുടേതാകുന്ന രാഷ്ട്രീയങ്ങളുണ്ട്. ഇത് വളരെ പ്രകടമായിട്ടത് കാണിക്കാറുമുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മീഡിയ ട്രയൽ ഷോ വരുന്ന സമയത്ത് പല രാഷ്ട്രീയക്കാർക്കും ഒരു ഇമേജ് ഡാമേജ് ഉണ്ടാകുന്നില്ലേ? അല്ലെങ്കിൽ ചിലരെയൊക്കെ വിശുദ്ധന്മാരാക്കി മാറ്റുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലേ താങ്കൾ? മീഡിയ എന്നുള്ളത് എപ്പോഴും ഒരു ഉപകരണമാണത്. അതിപ്പോൾ ഓരോ മീഡിയയ്ക്ക് എൻ്റെ താല്പര്യങ്ങളുണ്ടാവും. പക്ഷെ പൊതുവേ നമുക്ക് മനുഷ്യനറിയാവുന്ന വസ്തുതകൾ എത്തിക്കുന്നുണ്ടോ? ഇതാണ് പ്രധാനം. ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രധാന വാർത്ത നമ്മൾ നോക്കുമ്പോൾ അത് മാധ്യമങ്ങളിൽ എത്ര വരുന്നു? ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ചാനൽ ചർച്ച ചെയ്ത് പിറ്റേ ദിവസം പ്രിൻ്റ് മീഡിയയിൽ, അവരുടെ തന്നെ പ്രിൻ്റ് മീഡിയയിൽ കണ്ടെന്ന് വരില്ല. അപ്പോൾ മാധ്യമങ്ങൾ പണ്ട് ഒരു സമ്മത നിർമ്മാണത്തിൻ്റെ ഉപകരണങ്ങളാണ്. നമ്മളറിയാതെ നമ്മളെ സമ്മതം ഉണ്ടാക്കുക. നോം ചോംസ്കിയും എഡ്വേർഡ് ഹെർമനും ചേർന്ന് എഴുതിയ പുസ്തകത്തിൻ്റെ തലക്കെട്ടാണത് മാനുഫാക്ചറിങ് കൺസെൻറ്റ്, സമ്മതത്തിൻ്റെ നിർമ്മാണം. അത് എങ്ങനെയൊക്കെയാണ് അത് ഓരോരുത്തരും സമ്മതം നിർമ്മിക്കുന്നത്? സാധാരണ ഞങ്ങൾ ഈ മാധ്യമ പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ പത്രം വായിക്കുന്നു അല്ലെങ്കിൽ TV കാണുന്നു, അപ്പോൾ വില കൂടി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ല. കൂടിയതാണല്ലോ, തന്നെത്താൻ കൂടിയതായിരിക്കും. വില കൂട്ടിയതാണ് തലക്കെട്ടെങ്കിൽ പെട്ടെന്ന് നമ്മളൊന്ന് ഞെട്ടും. ചെറിയ വ്യത്യാസമാണ്, അക്ഷരത്തിൻ്റെ ഒരു വളവ് കൂടുമ്പോൾ രാഷ്ട്രീയം തലകീഴായി മറിയും. കൂടി എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പതുക്കെ കാപ്പിയെടുത്ത് കുടിക്കും, അടുത്ത വാർത്തയിലേക്ക് നോക്കും. എന്നാൽ കൂട്ടിയതാ, അപ്പോൾ ഒരു പ്രതിയുണ്ട് അവിടെ, ഒരു ആരാ കൂട്ടിയത് ഈ ചോദ്യം വരും.
കൂടിയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇപ്പോൾ പെട്രോളിന് വില കൂടാൻ തീരുമാനിച്ചോ കൂടിപ്പോയതാണെന്ന് തോന്നുള്ളൂ. അപ്പോൾ ചെറിയ വാക്കിലൂടെ പോലും ഇപ്പോൾ ചിത്രങ്ങൾ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ചിത്രങ്ങൾ എങ്ങനെ വരുന്നു, ആ ചിത്രം കാണുമ്പോൾ അതേ ഫോട്ടോഗ്രാഫർ എടുത്ത് ഒത്തിരിയേറെ ചിത്രങ്ങൾ നിന്നായിരിക്കും ഒരു ഫോട്ടോ എഡിറ്റർ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഫോട്ടോ എഡിറ്റർ ഒരു ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ ഫോട്ടോഗ്രാഫർ കാണുന്ന കണ്ണിലല്ല ഫോട്ടോ എഡിറ്റർ കാണുക. ഫോട്ടോഗ്രാഫർ കാണുന്നത് അതിൻ്റെ ഭംഗി, അങ്ങനെ പശ്ചാത്തലം എല്ലാം നോക്കുന്നുണ്ടാകും. പിന്നെ ഏതെങ്കിലും പ്രത്യേക സന്ദർഭങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. പക്ഷേ എഡിറ്ററിലേക്ക് എത്തുമ്പോൾ ആ പത്രം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം, ആ വാർത്ത എങ്ങനെയാണ് അവർ അവതരിപ്പിക്കാൻ പോകുന്നത്, അതിൻ്റെ ഫോക്കസ് പോയിൻ്റ് എന്താണ്, അതിനനുസരിച്ചുള്ള ചിത്രമായിരിക്കും. ചിലപ്പോൾ ഫോട്ടോഗ്രാഫർക്ക് ഇഷ്ടപ്പെട്ട ചിത്രമായിരിക്കില്ല ഫോട്ടോ എഡിറ്റർ നിശ്ചയിക്കുമ്പോൾ. ആ ചിത്രം തന്നെ ആകണമെന്നില്ല ചിലപ്പോൾ ന്യൂസ് ഡെസ്കിലെ എഡിറ്റർ തീരുമാനിക്കുന്നത്. അത് വാർത്തയായി ബന്ധപ്പെട്ട്. അപ്പോൾ ചിത്രങ്ങളിൽ പോലും നമുക്ക് ഇത്രയും കാണാൻ കഴിയും. ന്യൂസ് അവറുകൾ ഇപ്പോൾ നോക്കിക്കോളൂ, ഓരോന്നും ഇങ്ങനെയുള്ള ചിലപ്പോൾ നമുക്ക് തോന്നുന്നു എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം വിശ്വാസ്യതയ്ക്ക് വലിയ ഇടിവ് സംഭവിച്ചു. ഇപ്പോൾ പലരും ന്യൂസ് അവറുകൾ കാണുന്നത്, പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഒരു കാലത്ത് ചർച്ചയിലേക്ക് പോയിരുന്ന ഘട്ടമുണ്ട്. അപ്പോൾ ആദ്യം ഏഷ്യനെറ്റാണല്ലോ ആദ്യം വരുന്നത്, പിന്നെ ഇന്ത്യ വിഷൻ. ഞാൻ ഓർക്കുന്നുണ്ട്, ദൂരദർശനിലെ ചർച്ചയ്ക്ക് പോകുമ്പോൾ നമ്മൾ സിനിമയിലെ പോലെയാണ്, കട്ടൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഈ വാർത്തയൊക്കെ വായിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പുറത്ത് ചർച്ച ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് വാർത്ത കയറും, അപ്പോൾ കട്ട് ഒക്കെ പറഞ്ഞിട്ടാണ് അവർ വാർത്ത വായിക്കുന്നതെന്ന്. ഏഷ്യനെറ്റിൽ അതുപോലെ ഇന്ത്യ വിഷൻ, അവരൊക്കെ ആ ഘട്ടത്തിൽ നമ്മൾ ഇന്ത്യ വിഷൻ എന്ന് ഇറങ്ങി അപ്പോഴേക്കും വിളി വരും. ഏഷ്യനെറ്റിൽ നിന്നാണ് ചിലപ്പോൾ വിദേശത്തായിരിക്കും വിളി വരാം. ഇപ്പോൾ പക്ഷേ ആളുകൾ അങ്ങനെയല്ല, ആളുകൾ ഇതിങ്ങനെ ആസ്വദിക്കുകയാണ്, ആളുകൾ തർക്കിക്കുന്നു. അപ്പോൾ ഒരു സീരിയൽ കാണുന്ന എരിവും പുളിയോടും കൂടി അത് കാണുന്നു, അടുത്ത ഇതിലേക്ക് നോക്കുന്നു, എവിടെയാണ് കൂടുതൽ കൊത്തുകോഴികളെ പോലെ നിൽക്കുന്നത് അതിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ചില പ്രധാനപ്പെട്ട ചാനൽ, ഇപ്പോൾ BBC നോക്കൂ, എങ്ങനെയാണ് അവർ വാർത്തകൾ അവതരിപ്പിക്കുന്നത്, അതിൻ്റെ സ്റ്റാൻഡേർഡ് എപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതെല്ലാം മാറി ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു എന്തെല്ലാം അരോചകമായിട്ടാണ് ഇവർ അലറി വിളിക്കുന്ന ആങ്കർമാർ, അവരുടെ ഇങ്ങനെ വാക്കുകളുടെ ഒഴുക്ക്, അതിനകത്ത് സത്യമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അറിയാതെയുള്ള അവതരണങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം മാധ്യമങ്ങൾക്ക് വരുന്നുണ്ട്. അത് മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്നുണ്ട്. പക്ഷെ മാധ്യമത്തിനെല്ലാം ഒരു രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഒന്നിൻ്റെയും വശം പിടിക്കാതെ ആളുകളിലേക്ക് സത്യം മാത്രം എത്തിക്കുക എന്നുള്ളത് നമ്മൾ ചുറ്റും നോക്കിക്കഴിയുമ്പോൾ ഒരു പക്ഷേ സാർ പറഞ്ഞ പോലെ വസ്തുതകൾ എത്തുന്നില്ല എന്നാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. അതെ, ശരിക്കും അതിൽ പറയും ന്യൂസ് ഈസ് ഫെയർ, കമൻറ്റ് ഈസ് ഫ്രീ എന്നാണ്. വാർത്ത സത്യമായിരിക്കണം, വ്യാഖ്യാനം സ്വതന്ത്രമാണ്. നിങ്ങൾക്ക് ആ വസ്തുതയിൽ നിന്ന് എടുത്തിട്ട് നിങ്ങളുടെ നിലപാടിനനുസരിച്ചായിരിക്കും വ്യാഖ്യാനം. എഡിറ്റോറിയൽ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും നിലപാടായിരിക്കും. പക്ഷേ വാർത്തയിൽ വസ്തുതകളുണ്ടായിരിക്കണം. പണ്ട് പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുതകൾ തന്നെ ആയിരിക്കും. ഇപ്പോൾ വിശകലനങ്ങൾ തന്നെ ലീഡ് വാർത്തയായിട്ട് വരും. വാർത്തയിൽ വസ്തുത ഏതാണ്, വ്യാഖ്യാനം ഏതാണ് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ ഉള്ളൊരു പ്രത്യേക രീതിയിലൂടെയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നിഷ്പക്ഷത എന്നൊരു പക്ഷമേ ഇല്ല. ഇപ്പോൾ ഇസ്രായേലും പലസ്തീനുമുള്ള സന്ദർഭത്തിൽ ഞാനൊരു നിഷ്പക്ഷനാണ് ഇന്നത്തെ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പക്ഷം ഉണ്ടെന്നുള്ളതാണ്. നിഷ്പക്ഷത എപ്പോഴും ആധിപത്യത്തിൻ്റെ പക്ഷം മാത്രമാണ്. നിങ്ങൾക്കൊരു നിലപാടുണ്ടാവും, നിങ്ങൾക്ക് രണ്ട് പക്ഷത്തും തൊടാതെ ഒരു നിലപാടെടുക്കാൻ പറ്റില്ല. പക്ഷെ നിഷ്പക്ഷമായി വസ്തുതകളെ വിലയിരുത്തിക്കൊണ്ടാണോ ആ വാക്ക് അർത്ഥമാക്കുമതെങ്കിൽ അത് മറ്റൊന്നാണ്. പക്ഷേ നിഷ്പക്ഷത യഥാർത്ഥത്തിൽ ഒരു പക്ഷം തന്നെയാണ്, എവിടെ നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. നമ്മളിപ്പോൾ എവിടെ നിൽപ്പോൾ നിങ്ങൾ ക്യാമറയിൽ ഏത് ആംഗിൾ നോക്കുന്നതിനനുസരിച്ച് വരുന്ന ഇത് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ എവിടെ നിന്ന് നോക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഞാനിപ്പോൾ ഇടതുപക്ഷത്ത് നോക്കുന്നു, വേറെ ആൾ വലതുപക്ഷത്ത് നോക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ നിഗമനങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഉള്ളത് അതേപോലെ തന്നെ തുടരണം എന്നാഗ്രഹിക്കുന്ന ആൾ നോക്കുമ്പോഴാകണമെന്നില്ല, ഇത് മാറണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ നോക്കുന്നത്. ഇതുപോലെ തന്നെ വളരെ അരോചകമായിട്ട് ഞാനത് ശ്രദ്ധിച്ചൊരു വാർത്തയുണ്ട്. തട്ടേക്കാടൊരു ബോട്ട് മുങ്ങി. അപ്പോൾ എൻ്റെ നാടാണ്. അപ്പോൾ അതിൻ്റെ വാർത്തകൾ വരികയും എല്ലാം വളരെ ഷോക്ക്ഡായിട്ട് നമ്മൾ ന്യൂസ് കാണുന്നൊരു വേളയിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൻ്റേതാകുന്നൊരു മ്യൂസിക്. പിന്നീട് അങ്ങോട്ട് ഓരോ വാർത്തകൾ വരുമ്പോഴും അതിന് സിനിമകളുടെ എടുത്തിട്ട് ക്രൈം വരുമ്പോൾ അതിൻ്റേതാകുന്നൊരിത് നമ്മളെ തന്നെ വാക്കുകൾ കൊണ്ട്, വാചാലതകൾ കൊണ്ട് നമ്മുടെ സത്യങ്ങളെ വളച്ചൊടിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പക്ഷത്തിലേക്ക് നമ്മളെ നീക്കുന്ന പോലെ വാർത്താ ചാനലുകൾ സാറിന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വളരെ ശരിയാണത്. ഇപ്പോൾ
കെവിൻ്റെ കോട്ടയത്തത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കുട്ടിയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ നമ്മളൊന്ന് ഒലഞ്ഞു പോകും. അപ്പോഴിപ്പോൾ എന്ത് തോന്നുന്നു എന്ന് മൈക്കുമായി ചോദിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കൊല്ലത്ത് ഒരു കുഞ്ഞ് മരിച്ചില്ലേ, അപ്പോൾ ആ പിതാവിൻ്റെ വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ചോദിക്കണം അവരോട്, ആ സന്ദർഭത്തിൽ ഒരു മാധ്യമ പ്രവർത്തകനോ പ്രവർത്തകയോ എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് അവരെ ആ വികാരങ്ങൾക്ക് വിടുക എന്ന് മാത്രമാണ്. ഏതൊരു മനുഷ്യനും ഒരു സ്വകാര്യതയുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ MTയുടെ അവസാന ഇതിൽ പറഞ്ഞില്ലേ, ഈ സമയം ഞങ്ങൾക്കുള്ളതാണ്, മാധ്യമങ്ങളകത്തേക്ക് കയറേണ്ടതില്ല. എന്നുവെച്ചാൽ അവർക്ക് അവരുടേതായ അവസാനം ഒരു യാത്രയപ്പുണ്ടാവും. അപ്പോൾ അതിലവരുടെ വികാരങ്ങളെല്ലാം നിങ്ങൾ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് നാളെ പലതരത്തിൽ ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ഇത് വിതുമ്പുന്നത്, അല്ലെങ്കിൽ കരയുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ മാറത്തടിച്ച് കരയുന്നുണ്ടാവും, ചിലപ്പോൾ ഓരോ മനുഷ്യൻ്റെ അപ്പോഴത്തെ വികാരങ്ങളായിരിക്കുമല്ലോ. ആ വിഷ്വല് നാളെ എപ്പോൾ എവിടെ എങ്ങനെ ഉപയോഗിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്ന് മാത്രമല്ല, ഇങ്ങനെ നിങ്ങളുടെ ചുറ്റും നിൽക്കുമ്പോൾ നമ്മുടേതായ വികാരങ്ങൾ നമുക്കപ്പോൾ അവിടെ ഒരു കരഞ്ഞ യാത്ര, അല്ലെങ്കിൽ സ്നേഹത്തിലല്ല ഒരു അവസാന ചുംബനം കൊടുക്കാനായിരിക്കാം, ഇതെല്ലാം ഏത് അടിക്കുറിപ്പിൽ നാളെ വരും, അങ്ങനെ ഉത്കണ്ഠയോടുകൂടി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ. അപ്പോൾ അതിലെല്ലാം മാധ്യമങ്ങൾ പുലർത്തേണ്ട ചില പരമാവധി മര്യാദകളുണ്ട്. ആ മര്യാദകൾ പറഞ്ഞ പോലെയാണ്. പിന്നെ നമ്മളിപ്പോൾ അപകടം ഉണ്ടാകുന്നു, ആ അപകടം ഉണ്ടാകുമ്പോൾ തന്നെ പെട്ടെന്ന് പേര് ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് മരിച്ചിരിക്കുന്നു. ചിലപ്പോൾ ഒരാൾ ഭക്ഷണം കഴിച്ചിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് വീട്ടുകാർ അപ്പോൾ വെറുതെ വാർത്ത നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സ്വന്തം മകനാകാം, സ്വന്തം അമ്മയാകാം, സ്വന്തം അച്ഛൻ ഇതാ അവിടെ മരണപ്പെട്ടു എന്ന് പെട്ടെന്ന് പേര് വരും. അത് വല്ലാത്ത ആഘാതമായിരിക്കും. അപ്പോൾ അതിലെല്ലാം മാധ്യമം പുലർത്തേണ്ട സാധാരണ മര്യാദകളുണ്ട്. ഇപ്പോൾ VSൻ്റെ അന്ത്യയാത്രയിൽ ഇപ്പോൾ ന്യൂസ് മലയാളത്തെക്കുറിച്ച് ചിലർ പറയുകയുണ്ടായി. അവരത് ആ അവസാനത്തെ ഘട്ടത്തിൽ അന്തരീക്ഷത്തിനെ വിട്ടുകൊടുത്തു. വേറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളില്ല, വല്ലാത്ത വിവരണങ്ങളില്ല. അത് കാണുന്നവർക്ക് നേരെ അവർക്ക് ആ വികാരത്തെ ഉൾക്കൊള്ളാൻ അപ്പോൾ നേരെ കാണുകയാണല്ലോ. അങ്ങനെയുള്ള ചില മര്യാദകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമങ്ങളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. സോറി, മരിച്ച വീടുകളിലെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പം ഒന്നെടുത്ത് നല്ല എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പറയാം, മാസ്ക് ഇട്ട് നിന്ന് കരയേണ്ടി വരുന്ന അവസ്ഥകൾ, അവിടെ സ്വന്തം അച്ഛനെയോ അമ്മയോ മകളെയോ മകനെയോ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വയ്യാത്ത വിധം നിറയെ പത്രക്കാർ നിൽക്കുന്നത്. ഇപ്പം ഇന്നലെ TV യിൽ കണ്ട വാർത്ത പോലും, മകൾ മരിച്ച അമ്മയുടെ മുന്നിലേക്ക് മൈക്കുമായി ചെല്ലുകയും എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ മകൾ മരിച്ചിട്ട് മണിക്കൂറുകളായി അവർക്ക് ആ ഷോക്കിലൂടെ പോലും കടക്കാൻ വയ്യാതെ വരുമ്പോൾ ചിലർക്കത് പറയാം. ഇപ്പം അന്ന് MTയുടെ അവസാന സമയത്ത് നിങ്ങൾ കയറരുതെന്ന് പറയാൻ അവർക്ക് അതിനുള്ള നട്ടലുണ്ടായി, അവർക്കത് സാധിച്ചു. പക്ഷെ പലരും പാവങ്ങളാണ്, അവർക്ക് പറയാനുള്ള കഴിവില്ല, അവർ തളർന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ചുറ്റുമുള്ളവരുടെ അടുത്തേക്കും ഈ മൈക്കുകൾ ചെല്ലുകയാണ്. മാധ്യമപ്രവർത്തകൻ അവൻ്റെ മര്യാദ, സ്വാതന്ത്ര്യം അവിടെ എടുക്കുമ്പോൾ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെയാണ് ഹനിക്കുന്നത്. ഇത് മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് നിയമത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ലേ? ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ നമ്മൾ തുടങ്ങുമ്പോൾ ഈ മാധ്യമങ്ങളുടെ തന്നെ ചങ്ങലക്കിടാൻ തുടങ്ങുന്നു, ഇവരെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തകർക്കുന്നു. ഇതായിരിക്കും അടുത്ത നെഗറ്റീവായിട്ട് വരിക. പക്ഷേ അത് മാധ്യമങ്ങളുടെ തന്നെ ഇപ്പോൾ ഇൻ്റേണൽ സംവിധാനങ്ങൾ, ഇപ്പോൾ മീഡിയ അക്കാഡമി ഉണ്ട്. ഇതുകൂടാതെ വിഷ്വൽ മീഡിയയ്ക്ക് അവരുടേതായ ഒരു സംവിധാനമുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ എത്തിക്സ് ഇത് സംബന്ധിച്ചൊരു മീഡിയ എത്തിക്സ് പ്രധാനപ്പെട്ടതാണ്, എവിടെയൊക്കെ പറയാം. പക്ഷേ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഞാൻ ചോദിച്ചില്ലെങ്കിൽ മറ്റേ ആൾ ചോദിക്കാനിടയുണ്ടല്ലോ. അപ്പോൾ അതവിടെ കാണുമ്പോൾ തന്നെ ഇവിടെ നിന്ന് വിളി വരും, എവിടെ പോയി കിടക്കുകയായിരുന്നു, നിങ്ങളെ കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു വരും. അപ്പോൾ അവരുടെ മുമ്പിലുള്ളത് റേറ്റിംഗ് മാത്രമായിരിക്കും. അപ്പോൾ റേറ്റിംഗ് വരുമ്പോൾ കൂടുതൽ വൈകാരികമായ കാര്യങ്ങൾ വരുമ്പോൾ ആളുകൾ കാണും. ഒന്ന് വൈകാരികം, പിന്നെ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ മലയാളികൾ കുറച്ചുകൂടി താല്പര്യത്തോടു കൂടി കാണും. അല്ല, ഇപ്പോൾ ഒരിക്കൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ഇപ്പോൾ നമ്മളൊക്കെ പിന്നെ വരുമ്പോൾ നിങ്ങൾ മൈക്ക് കാണിക്കുന്നു, പറയാണ്ടത് പറയാം. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്ക് പറയാനുള്ള സന്ദർഭത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിളിച്ച് പറയുന്നു. നിങ്ങൾ ആവശ്യപ്പെടുമ്പോഴെല്ലാം ഞാൻ പറയണമെന്നില്ല. എനിക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സന്ദർഭം, ഇല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, നിങ്ങൾ കണക്കാക്കിയാൽ മതി. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിക്ക് പറയാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറയാം. സാധാരണക്കാർ ഇത്തരം ഭേദങ്ങൾ വരുമ്പോൾ ആ സന്ദർഭത്തിൽ നമുക്ക് പല ഇതും ഉണ്ടായിരിക്കാം. വാക്കുകൾ സൂക്ഷിച്ചുന്ന പെട്ടെന്നൊരു മരണം വരുന്നു. അപ്പോൾ പല ഇത് കേൾക്കുന്നുണ്ടാകാം വൈകാരികമായിട്ട്.
അതിനെക്കുറിച്ച് അവരങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഇവർ വരുന്നു, ആ വൈകാരികതയിൽ അവർ വിതുമ്പുമ്പോൾ പറയുന്നു, ആ പറയുന്ന ഏതെങ്കിലും ഒന്ന് അടർത്തിയെടുത്ത് ഇതാണ് സംഭവം എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കും. അതിനെ കുറച്ച് ലോകത്ത് സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിയാവുന്ന ഒരു 7-8 നിരീക്ഷകർ കേരളത്തിലുണ്ട്. അവർ വന്നിരിക്കും. അവർ വന്നിട്ട് അതിൻ്റെ ക്രിമിനൽ നിയമം പറയും, ഭരണഘടന പറയും, അല്ലെങ്കിൽ സയൻസിലെ മാറ്റങ്ങൾ പറയും, നിർമ്മിത ബുദ്ധിയിലെ മാറ്റങ്ങളെക്കുറിച്ച് അവർ പറയും, അമേരിക്കൻ രാഷ്ട്രീയ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് പറയും. എല്ലാത്തിനെക്കുറിച്ചും നമുക്ക് നേരെ പറയാൻ പറ്റുന്ന ഒരു 8 സവിശേഷ വ്യക്തിത്വങ്ങൾ നമ്മുടെ മലയാളത്തിലുണ്ട്. അപ്പോൾ അവരിതിങ്ങനെ തലമുടി നേരെ കയറി പരിശോധിക്കും. അപ്പോൾ അങ്ങനെയുള്ള രീതി അതാണിപ്പോൾ മാധ്യമങ്ങളുടെ ഒരു റേറ്റിങ്ങിൽ. പിന്നെ ഓരോ ദിവസവും നമ്മൾ ഞങ്ങൾ മുമ്പിലായെന്ന്, ഇന്നലെ മറ്റവരായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ ഇത്ര മുൻപിൽ പോകുന്നു, ഓരോ ദിവസവും ഇത്ര. അപ്പോൾ അതിലേക്കാണ് ഊന്നൽ. മാധ്യമം വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒന്നിൽ മാറി ഇത് ഒരു ബിസിനസ്സാണത്, പൂർണ്ണമായിട്ടും ഒരു ബിസിനസ് എപ്പോഴും ലാഭത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അതാണ് അവരെ നയിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് സാർ നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും ഉള്ള ഒരു ഇമേജ് ഉണ്ട്, അതായത് മുൻചുണ്ടിക്കാരനാണ്, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, അദ്ദേഹം ചിരിച്ചിടപഴകുന്നില്ല, അങ്ങനെ ഒരു ഇമേജ് പ്ലേസ്ഡാണ്. അതൊരു മിസ്കൺസെപ്ഷൻ ആയിരിക്കാം, മീഡിയ പ്ലേസ് ചെയ്തിട്ടുള്ള ഇമേജ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ മീഡിയയ്ക്കിടയിൽ അങ്ങനെ ഒരു മുഖമാണ്. പക്ഷേ താങ്കൾ അദ്ദേഹവുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിനെ താങ്കളുടെ മനസ്സിൽ എങ്ങനെയാണ് താങ്കൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്? അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ പൊതുവെ മാധ്യമങ്ങൾ പറയുന്ന പിണറായി അല്ല ഞങ്ങൾ അറിയുന്ന പിണറായി. അതാണ് ഈ വ്യത്യാസം എന്നുള്ളത്. നമുക്കിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചില മുഖ്യമന്ത്രിമാരുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ എല്ലാം നിങ്ങൾക്കൊരു കാര്യം പറയാൻ പറ്റില്ല, മൊത്താളായിരിക്കും, ആൾക്കൂട്ടത്തിലായിരിക്കും. എന്നാൽ പിണറായി മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ഒരു സമയം തന്നാൽ നിങ്ങൾക്കുള്ള സമയമായിരിക്കും. ആ സമയം നിങ്ങൾക്ക് 10 മിനിറ്റ് ആണെങ്കിൽ ആ 10 മിനിറ്റ് നിങ്ങൾക്ക് മാത്രമായിരിക്കും, നിങ്ങൾക്ക് പറയാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവമായിരിക്കും മുഖ്യമന്ത്രി കേൾക്കുക. ചിലത് അദ്ദേഹം കുറിച്ചെടുക്കും. നമ്മുടെ ഈ നവകേരള സദസ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കാണാറുണ്ട്, ചിലപ്പോൾ മാധ്യമങ്ങൾ കാണാറുണ്ടാവും, കുറിച്ചെടുക്കും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേകത, ഈ കുറിക്കുന്നത് പോലും വളരെ പിശുക്കത്തിലാണ്. ഈ കടലാസിൽ വളരെ ചെറിയ അക്ഷരത്തിൽ അദ്ദേഹം എഴുതുക. ഒരിക്കൽ ഞാൻ ഒരു ട്രാൻസ്ലേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പേപ്പറൊക്കെ പേപ്പറിൽ രാജീവിന് ഇത്തിരി ധാരാളിത്തമുണ്ടല്ലോ എന്ന് പറഞ്ഞു. കാരണം നമ്മൾ കുറച്ച് വേഗത്തിലല്ലേ എഴുതുന്നത്, മുഖ്യമന്ത്രി വളരെ ചെറിയ അക്ഷരത്തിൽ എഴുതുക. അപ്പോൾ നിങ്ങൾക്കൊരു സമയം നൽകുമ്പോൾ അത് പൂർണ്ണമായിട്ടും. പിന്നൊന്ന്, ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചിത്രം ഇപ്പോൾ മനുഷ്യർ പറ്റില്ല. പക്ഷേ പ്രളയത്തിൻ്റെ സന്ദർഭത്തിൽ കേരളം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കാത്തുന്നില്ലേ? ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഇപ്പോൾ വളരെ ശ്രദ്ധാപൂർവം കേരളത്തെ മാറ്റുന്നതിൽ വലിയ പങ്കാണ് മുഖ്യമന്ത്രി വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വയനാട് ദുരന്തം വരുമ്പോൾ നമ്മുടെ മനസ്സിലെന്താ വരാം? വീട് പോയവർക്ക് വീട് കൊടുക്കണം, കാര്യങ്ങളാണ്. പക്ഷെ ലോകത്ത് ആദ്യമായിട്ടൊരു ടൗൺഷിപ്പ്, അവിടെ എല്ലാ സൗകര്യവും വേണം. ഒരു ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന പോലെ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും വേണം. ഒപ്പം തന്നെ അവിടെ തൊഴിലെടുക്കാൻ അവർക്ക് ഭാവിയിൽ അവസരം ഉണ്ടാകണം. അപ്പോൾ നമ്മളെല്ലാം ഒരു നില എന്ന് പറയുമ്പോൾ അല്ല, ഒരു നില നമ്മൾ കൊടുക്കാം, പക്ഷേ 2 നില പണിയാൻ അടിത്തറ നമ്മളിട്ട് കൊടുക്കണം. പിന്നെ അവർക്ക് നാളെ ഒരു ഹോം സ്റ്റേ നടത്തണം, വേറെ എന്തെങ്കിലും വേണം എന്നൊക്കെ തോന്നിയാൽ അതിന് പിന്നെ പറ്റാത്ത. അപ്പോൾ അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് മുഖ്യമന്ത്രി ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നത്. നിങ്ങളെങ്ങനെ ഈ അവതരിപ്പിക്കുന്ന മുഖ്യമന്ത്രിയല്ല ജനങ്ങൾ കാണുന്ന മുഖ്യമന്ത്രി. പിന്നെ ഒരു പ്രശ്നം പ്രകടനാത്മകത ഇല്ല എന്നുള്ളത്. എന്താണോ കാണുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ ദേഷ്യം ഉള്ളിൽ വച്ചിട്ട് ചിരിക്കാനോ സന്തോഷിപ്പിച്ച് നിൽക്കാനും ഫോട്ടോയ്ക്ക് വേണ്ടി നിൽക്കാനോ അദ്ദേഹം തയ്യാറാകാറില്ല എന്നുള്ളതാണ്. അപ്പോൾ മികച്ച ഒരു ഭരണാധികാരി എല്ലാവരെയും കേൾക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിനനുസരിച്ച് നിലപാടുകളെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും. നിലപാടെടുക്കുന്നത് വരെയുള്ള എല്ലാ ചർച്ചകളും നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെല്ലാവരും ചർച്ച ചെയ്ത് ഒന്നിലേക്ക് എത്തിയാൽ പിന്നെ നമ്മളെല്ലാവരും ഉത്തരവാദിത്വം നേരത്തെ എന്ത് പറഞ്ഞു എന്നത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കലല്ല. ചിലപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങൾ പറയുന്ന പോലെയല്ല, മുഖ്യമന്ത്രി പറയുന്ന ലാസ്റ്റ് വാക്കൊന്നുമല്ല. നമുക്കെല്ലാവർക്കും പാർട്ടി കമ്മിറ്റിയിലാകാം, മന്ത്രിസഭയിലാകാം, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ശക്തമായ അഭിപ്രായങ്ങൾ പറയാം. ഞാൻ അത്ര അഭിപ്രായങ്ങൾ പറയാം, ഒരു ഘട്ടത്തിൽ അങ്ങനെ പറയരുന്നല്ലോ. പക്ഷെ പറഞ്ഞ് സ്വതന്ത്രമായി പറഞ്ഞ് നമ്മൾ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇന്നലെ ഇത് തീരുമാനം എടുക്കുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞു എന്ന് പിന്നെ പറയാൻ എനിക്ക് അവകാശമില്ല. പിന്നെ എൻ്റെ ഉത്തരവാദിത്വം എടുത്ത തീരുമാനം ഏറ്റവും നന്നായിട്ട് എങ്ങനെ നടപ്പിലാക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അതിലെല്ലാം ഒരു മികച്ച മാതൃകയാണ് നമ്മുടെ മുഖ്യമന്ത്രി. നമ്മുടെ VS പോയ സമയത്ത് ഒരു ക്യാമ്പയിൻ പോലെ കേട്ട വാചകങ്ങളാണ് അങ്ങനെ അവസാന കമ്മ്യൂണിസ്റ്റും പോയി. ഇത് തന്നെ EMS പോയ സമയത്തും ശ്രീ K നായനാർ പോയ സമയത്തും എല്ലാം ഇതേ ക്യാമ്പയിൻ തന്നെ കേട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ ഇങ്ങനെ ഈ വാചകങ്ങൾ വീണ്ടും വീണ്ടും വന്നപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നിയത്? അല്ല, അത് ഈ പറഞ്ഞ പോലെ VSന് വലിയൊരു യാത്രയപ്പ് കേരളം നൽകി. അത് എല്ലാ വിഭാഗം ജനം. ഞാൻ അതിനോടൊപ്പം സെക്രട്ടേറിയറ്റ് മുതൽ ആലപ്പുഴ വരെ 20 മണിക്കൂർ സഞ്ചരിച്ച ആളാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഈ രാത്രി വെളുപ്പിനൊക്കെ ആളുകൾ നിൽക്കുന്നവരുടെ മുദ്രാവാക്യം വിളികളെല്ലാം തന്നെ വൈകാരികമായിട്ടാണ്. അതിന് നമ്മളിപ്പോൾ ഒരു വെളുപ്പിനൊരു 3 മണി വരെ ഒരു ഭൗതിക ശരീരം വരുന്ന കാണാൻ നിൽക്കുന്നു, അവസാനം നമുക്ക് കാണാൻ നിൽക്കുമ്പോൾ നമ്മളൊന്ന് ഉറക്കം തൂങ്ങിപ്പോവും. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടിട്ട് പോയാൽ മതിയാവുന്ന ചിന്തയിലേക്കൊക്കെ ആളിലെത്തിയിരുന്നു. പക്ഷെ അതങ്ങനെയല്ല, വരുമ്പോൾ വളരെ വൈകാരികമായിട്ടാണ്. അത് ഇപ്പോൾ നയനാരുടെ യാത്ര ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞാൽ ശരിയാണ്, ഓരോ ഘട്ടത്തിലും ഇതാണ് അവസാന കമ്മ്യൂണിസ്റ്റ്. മാർക്സ് മരിച്ചു കഴിയുമ്പോൾ ഹൈഗേറ്റ് സെമിത്തേരിയിൽ അദ്ദേഹത്തെ ആദ്യം സംസ്കരിക്കുമ്പോൾ അധികം പേരൊന്നും ഉണ്ടായില്ല. അത് കുറച്ച് പുറകിലായിരുന്നു. മാർക്സിൻ്റെ 2 ശവക്കല്ലറകളുണ്ട്. അതിൽ നിന്ന് പിന്നീടാണ് ഇത് വലിയ തോതിൽ, അന്ന് ഇതോടുകൂടി തീർന്നു എന്നാണല്ലോ കരുതിയത്, വലിയ ഇത് മാറി അവിടെ ഇപ്പോൾ എല്ലാവരും വരുന്ന ഇതിലേക്ക് എത്തി. പിന്നീട് വലിയ മാറ്റങ്ങൾ ലോകത്താകെ വന്നല്ലോ. അപ്പോൾ ഇത് അവസാനിച്ചു എന്നുള്ളതൊരു ആഗ്രഹ പ്രകടനമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ VSന് കിട്ടിയ ജനകീയത VS ഈ പാർട്ടിയെ നയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിൽ പാർട്ടിയുടെ ഭാഗമായി തന്നെയാണ് VS നിന്ന്. ഒരു ഘട്ടത്തിലും അതൊന്നും മാറിയിട്ടില്ല ഇന്ന്. പക്ഷേ VS വളരെ ശക്തനായ ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു. അതിൻ്റെ ഭാഗമായി ജനങ്ങളുമായിട്ടുള്ള നല്ല ഒരു ജൈവബന്ധം VSനുണ്ടായി. അത് VS പോയതോടുകൂടി ആ ബന്ധം പാർട്ടിക്കില്ല എന്ന് സ്ഥാപിക്കാനുള്ളൊരു വ്യഗ്രത പല നെഗറ്റീവിലേക്കും എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിപ്പോൾ ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ കണ്ടാൽ മതി. ഒരു കൊലക്കേസിൽ പിടിച്ച ഒരു പ്രതി പറഞ്ഞത് 14 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി പോരുമല്ലോ. അതായത് ഒന്നും ഇനഫല്ല, ഇനി നിയമങ്ങളാണെങ്കിൽ പോലും പാലിക്കപ്പെടുന്നില്ലെങ്കിൽ സാരമില്ല, ഒരു ചെറിയ റോഡ് നിയമം ആയിക്കൊള്ളട്ടെ, അതുപോലും പോകുമ്പോൾ സാരമില്ല. ഒരു ആറ്റിറ്റ്യൂഡ് മാക്സിമം എന്ത് ശിക്ഷ കിട്ടും എന്നുള്ളതിൽ നിന്നല്ലേ വരുന്നേ എന്നുള്ളൊരു ചിന്ത ഉണ്ട്. അതിൽ 2 ഭാഗമുണ്ട്. ഒന്ന് ചിലർക്ക് തോന്നുന്നത് അപ്പം തന്നെ അവിടെ വെച്ച് തന്നെ വധശിക്ഷ കൊടുക്കേണ്ടതല്ലേ എന്ന് തോന്നുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായെന്ന് വരാം. പക്ഷെ നമ്മുടെ നീതിന്യായ സംവിധാനം 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ 14 വർഷം കഴിഞ്ഞ് ഇറങ്ങുമല്ലോ എന്ന് പറയുന്നാൽ 14 വർഷം കഴിഞ്ഞ് അതേ മാനസികാവസ്ഥയിലാണ് ഇറങ്ങുന്നതെങ്കിൽ നമ്മുടെ സംവിധാനത്തിന് കുറവുണ്ടെന്നുള്ളതാണ്. ജയിലുകൾ ചെയ്യുന്നത് ഒരു വ്യക്തിയെ മെച്ചപ്പെടുത്തി പരിഷ്കരിച്ചെടുക്കലാണ്, തിരുത്തി എടുക്കലാണ്. അതിനെങ്ങനെ ജയിലുകളെ മാറ്റാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ പണ്ട് തുറന്ന ജയിൽ സംവിധാനം പലതരത്തിലുള്ള ആളുകളുണ്ടാവും. ഒന്ന് സൈക്കോ പ്രശ്നങ്ങളുള്ളവരുണ്ടാവും, ബോൺ ക്രിമിനൽസ് ഉണ്ടാവും, പിന്നെ ഒരു സാഹചര്യത്തിൽ മാത്രം കുറ്റം ചെയ്ത ആളുണ്ടായിരിക്കാം പെട്ടെന്ന് അതിൻ്റെ ഭാഗമായി. ഇങ്ങനെയുള്ള വേർതിരിവുകളിലൂടെ ഒരു വ്യക്തിയെ മനസ്സിലാക്കി അയാളെ എങ്ങനെ തിരുത്തി കൊണ്ടുവരാൻ കഴിയും. കാരണം നമുക്ക് എടുക്കാൻ കഴിയുന്ന ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ചില കേസുകൾ താഴെ കോടതി ശിക്ഷ വിധിക്കുന്ന മോളിൽ ചെല്ലുമ്പോൾ അത് വെറുതെ വിടാറുണ്ടല്ലോ. അതിലെല്ലാം തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നമുക്ക് കേൾക്കുമ്പോൾ കുറേ കൂടി കടുപ്പം ശിക്ഷ കൊടുക്കണമെന്ന് തോന്നുന്നതിലും നീതിപീഠം കാണുന്നത് അവരുടെ മുൻപിൽ വരുന്ന തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും. അപ്പോൾ അതിന് പറ്റുന്ന രൂപത്തിൽ ജയിലുകൾ പരിഷ്കരിക്കലാണ് ഏറ്റവും പ്രധാനം. 2 നിയമാവബോധം. ഇപ്പം ഞാൻ ഈ കളമശ്ശേരിയിൽ ഇടയ്ക്ക് നമ്മുടെ ആൾ പറയില്ല, ഈ മന്ത്രിക്ക് ഒരു പണിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ മറ്റേ U-ടേൺ നാടൻ മുറിച്ച് എന്ന് പറയുമല്ലോ. അപ്പോൾ അവിടെ നമ്മുടെ HMD ജംഗ്ഷൻ നേരത്തെ ഭയങ്കര ഗതാഗതക്കുരുക്കായിരുന്നു. നമ്മളൊരു റൗണ്ട് സംവിധാനമാക്കി. അപ്പോൾ അതിലെല്ലാവരും സ്പോൺസേഴ്സാണ്. അപ്പോൾ അവരുടെ ചിലത് നാടൻ മുറിച്ച് കൊടുത്താണ് പിന്നെ വലിയ വൈറലായിട്ട് പോയത്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം കാൽനട യാത്രക്കാർക്ക് അത്ര ഇതുണ്ടായിരുന്നില്ല. വാഹനങ്ങളുടെ ഇപ്പോൾ ചെറിയ ഒരു കുഴി വന്നുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഒഴിവാക്കി കഴിഞ്ഞാൽ പൊതുവെ വിജയിച്ചൊരു പരിഷ്കാരമായിരുന്നു. എന്നാൽ കാൽനടക്കാർക്ക് ക്രോസ് ചെയ്യൽ പ്രശ്നമാണ്. കാരണം വണ്ടികൾ ഒരേപോലെ സ്പീഡിൽ വരല്ലേ. അപ്പോൾ നമ്മളൊരു പെലിക്കൺ ഒരു പരിഷ്കരണം വെച്ചു. പ്രസ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, ഗ്രീൻ വരുമ്പോൾ ക്രോസ് ചെയ്യുക. ഇന്നലെ അവരെന്നോട് പറഞ്ഞു 7 തവണ ഇത് ചീത്തയാവുന്ന ആളുകൾ നോക്കുന്നുണ്ടെന്ന്.
ഈ സ്വിച്ച് ചീത്തയാവും നോക്കിയിട്ട് 7 തവണ. അപ്പോൾ വെറുതെ പോയിട്ട് നോക്കുകയാണ്, നശിപ്പിച്ച് കളയാണ്. ഇപ്പോൾ നമ്മളൊരു പാലത്തിൽ മനോഹരമായ ലൈറ്റുകൾ വെച്ചു, ആളുകൾക്ക് വന്നിരിക്കാം, നല്ല കളർ മാറിക്കൊണ്ടിരിക്കും, നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വീട്ടിലേക്ക് ആരും കൊടുത്തുകൊണ്ട് നോക്കരുത്, അവിടെ പോയാൽ കത്തില്ല. കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കത്തുന്നില്ല ലൈറ്റ്. നോക്കി കഴിഞ്ഞപ്പോൾ ഈ കേബിളുകൾ അത് കത്രി വെച്ചിട്ടാണ് കട്ട് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് യോജിപ്പിക്കാം, ഒരേപോലെ ആയിരിക്കലും മുറി. ഇത് വലിച്ചുകൊണ്ട് ഒരു ചെറിയ വള്ളികളാണല്ലോ, കേബിളാണല്ലോ, ഒരെണ്ണം ഒരു സ്ഥലത്താണ്, അടുത്ത വേറെ സ്ഥലത്ത്, ഒരു മാസം എടുത്ത് ശരിയാക്കാം. അപ്പോൾ സിവിക് സെൻസിൽ നമ്മൾ കുറേ കൂടി മെച്ചപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ HMD ജംഗ്ഷനിൽ ഒരു AC ബസ് സ്റ്റോപ്പ് തുടങ്ങിയിട്ടുണ്ട്. നല്ല കുട്ടികൾക്ക് ഇരിക്കാൻ വൈഫൈ ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്, കാരണം അത് പെട്ടെന്ന് മിസ്യൂസ് ചെയ്യാനുള്ള പ്രവണതകളുണ്ട്. അപ്പോൾ ഒരു സിവിക് സെൻസ് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? ഇപ്പോൾ ഞാനവിടെ ശുചിത്വത്തിനൊപ്പം കളമശ്ശേരി എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിനുണ്ട്. അപ്പോൾ നമ്മൾ വീട് കയറി കഴിഞ്ഞപ്പോൾ മാലിന്യം ശേഖരിക്കും. ഒരു ദിവസം ഒരു 3-4 വീട് കയറിയപ്പോൾ തന്നെ ഒരു വണ്ടി നിറയ്ക്കാനുള്ള മാലിന്യം കിട്ടി. ഒരു പഞ്ചായത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് മാത്രം 20 ടൺ കിട്ടി. പഴയ കിടയ്ക്ക, ഈ മറ്റേ സൂട്ട് കേസുകൾ, വാറുപൂട്ടിയ ചെരുപ്പുകൾ എല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ LP കുഞ്ഞുങ്ങൾക്കും ഒരു ചെറിയ ചിത്രകഥാ പുസ്തകം കൊടുക്കുന്നുണ്ട്. എങ്ങനെ മാലിന്യം വേർതിരിക്കാം, സംസ്കരിക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ കൃഷിക്കൊപ്പം കളമശ്ശേരി ഇത്തവണ പൃഥ്വിരാജാണ് 26-ാം തീയതി ഉത്സവമൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടെ ഞങ്ങൾ LP കുഞ്ഞുങ്ങൾക്കൊരു പുസ്തകം കൊടുക്കുന്നുണ്ട്, ചിത്രകഥാ രൂപത്തിൽ തന്നെ. എന്നിട്ട് ചില പ്രവൃത്തി ഉണ്ടാവും, ഒരു വിത്തോടെ പോയി എത്ര ദിവസം കഴിയുമ്പോൾ എങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തുടങ്ങണം. ഈ സിവിക് സെൻസും നിയമ അവബോധവും പ്രധാനപ്പെട്ടതാണ്. നിയമം നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് നിയമം ലംഘിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല. അതാണല്ലോ പ്രധാനപ്പെട്ട തത്വം. നമ്മുടെ സ്ഥലം വാങ്ങിക്കാൻ പോകുന്നു, അയ്യോ എനിക്കറിയില്ലായിരുന്നു, ബയർ ബിവെയർ എന്നുള്ളതാണ്. വാങ്ങിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു നിയമ അവബോധം കുറേ കൂടി നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പം ഒരുപാട് കേൾക്കുന്നൊരു വാർത്തയാണ്, പാതിരാത്രി ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പം RBIയുടെ കീഴിലാണ് ബാങ്കുകൾ വരുന്നതെങ്കിലും ഇതിനൊരു സംവിധാനം, ഇതിനൊരു വ്യത്യാസം വരുത്താനുള്ളൊരു സംവിധാനം കാണുന്നതായിട്ട് തോന്നുന്നില്ല. ഇപ്പം സഹകരണ ബാങ്കുകളുമായിട്ട് ആണെങ്കിൽ പോലും സർക്കാരിന് അവരുമായി സംസാരിച്ച് ഒരു ധാരണയിലെത്താൻ, ഇത് സംഭവിക്കാതിരിക്കാൻ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ? അതൊരു പ്രശ്നമാണ്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു വീട് മാത്രം ഉള്ള ആളുകളെ അവിടെ നിന്ന് ഇറക്കി വിടരുത് എന്ന് പറഞ്ഞു. പക്ഷേ ബാങ്കുകൾ അവരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതോടുകൂടി എന്ത് സംഭവിച്ചപ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ ആദ്യം ആലോചിച്ചു, ഇത്ര സെൻറ്റിൽ ഉള്ള ആളുകൾക്കെതിരെ ഇത്ര നടപടി സ്വീകരിക്കരുത്. ഇപ്പോൾ 4 സെൻറ്റ് മാത്രമേ ഉള്ളൂ, അവർ പണയം വെച്ച് സ്ഥലം എടുത്തിരിക്കുന്നു. അപ്പോൾ പിന്നെ ബാങ്കുകൾ ചെയ്യാൻ പോകുന്നത് 4 സെൻറ്റ് മാത്രമുള്ളവർക്കൊന്നും വായ്പ കൊടുക്കില്ല, കാരണം കുടിച്ചു വരുത്തി ഇറക്കി വിടാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത് കൊണ്ട്. അത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്താതിരിക്കാനുള്ളൊരു വായ്പ എടുക്കുന്നു. ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ തന്നെ എടുത്തു, പിന്നെ ഒന്നും അടച്ചിട്ടേ ഇല്ല. ചിലത് വാലിഡ് റീസൺ ഉണ്ടാവും, പെട്ടെന്നൊരു അസുഖം വന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ബ്ലഡ് ഡൊണറായിട്ട് ജോലിയുള്ള ഒരാൾ പെട്ടെന്ന് പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെയുള്ള വാലിഡ് റീസൺസ് ഉണ്ടാവും. ചിലത് അങ്ങനെ ആയിരിക്കില്ല, അതൊരു എടുത്തിട്ടുണ്ടാവും, പിന്നെ തിരിച്ചടച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ ഗവൺമെൻറ് സമീപനം ഒരാളെയും ഇറക്കി വിടരുതെന്നുള്ളതാണ്. എന്നാൽ ഈ പറഞ്ഞ പോലെ സർഫാസി നിയമമാണ്, അത് കേന്ദ്ര നിയമമാണ്. ചിലർ കോടതിയിൽ പോയി നേരെ തന്നെ ഉത്തരവ് വാങ്ങിക്കും, അവർ തന്നെ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കും. അത്തരം ഘട്ടത്തിൽ ഗവൺമെൻറ് നിസ്സഹായമാകും. ഞങ്ങൾ നിയമം ആലോചിച്ചിരുന്നു, പക്ഷേ അതിന് പല സങ്കീർണതകൾ, നമുക്കത്ര അധികാരമില്ലാത്ത യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടതാണ് ബാങ്കിങ് എന്നുള്ളത്. അതിൻ്റേതായ പരിമിതികളുണ്ട്. പക്ഷേ ഒരു ജെന്യുവൻ ഇഷ്യൂ ആണ്, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. ഒരു ഡ്രൈവറെ അന്വേഷിച്ച്, എനിക്ക് വളരെ അടുത്തറിയാവുന്ന 1-2 ആളുകളുണ്ട്, അവർ ഒരു ഡ്രൈവറെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഒരു ഡ്രൈവർക്ക് കൊടുക്കാനൊരു ശമ്പളവും തരക്കേടില്ലാത്തൊരു ശമ്പളമാണ്. എനിക്ക് IT-കാരുടെ സ്റ്റാർട്ടിംഗ് സാലറി അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്കറിയാം, അതിനേക്കാൾ വളരെ മുകളിലാണ് അവർ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. പക്ഷേ അത് കിട്ടുന്നില്ല. അതായത് നമുക്ക് വേണ്ട ജോലികളുണ്ട്. ഇപ്പോൾ ഒരു പ്ലംബറെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ആളെ കിട്ടിയത്. ഇലക്ട്രീഷ്യൻ ആണെങ്കിലും ഒരുപാട് കാത്തിരുന്നിട്ടാണ് കിട്ടുന്നത്. ഞാൻ ഈ ജോലികൾ എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം ഇതിനു വേണ്ടി പറഞ്ഞതാണ്. ജോലികളില്ല എന്ന് പറയുന്നത് തെറ്റാണെന്നുള്ളൊരു ഒബ്സർവേഷൻ ഇല്ലേ? ജോലികളുണ്ട്. ഈ AI മാത്രമേ ഞാൻ ചെയ്യൂ, ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ അത് മാത്രമേ ചെയ്യുന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രശ്നവും അവിടെ ഇല്ലേ? 2-3 ഭാഗമുണ്ട് അതിനകത്ത്. ഒന്നിപ്പോൾ ഞാൻ അവിടെ മണ്ഡലത്തിൽ തൊഴിൽ മേള നടത്തിയിരുന്നു. ഒരു 2000 ഒഴിവുണ്ടായിരുന്നു. 1200 പേരെ രജിസ്റ്റർ ചെയ്തുള്ളൂ, 600 പേരെ വന്നുള്ളൂ.
അതിലൊരു 400 പേർക്ക് മറ്റോ കിട്ടിയുള്ളൂ, 216 പേരെ ജോയിൻ ചെയ്തുള്ളൂ. അപ്പോൾ തൊഴിലുണ്ട്. അപ്പോൾ ചിലർ വരുമ്പോൾ തന്നെ ഒരു നൈറ്റ് ഉണ്ടാവുമെന്ന് ചോദിക്കും. നമ്മുടെ മനോഭാവത്തിൻ്റെ പ്രശ്നം. 2, നമുക്ക് പറ്റിയ തൊഴിലുകൾ ഇനിയിപ്പോൾ നമ്മൾ അതേപോലുള്ള ആളുകൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഒരിക്കൽ നോർവേ പോയപ്പോൾ അവിടുത്തെ അംബാസഡർ ഞങ്ങൾക്കൊരു ഡിന്നർ തന്നിരുന്നു. അപ്പോൾ അവിടെ ഈ സപ്ലൈസൊക്കെ സർവേ ചെയ്യാനുള്ള സർവർമാർ കുറവാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇവിടെ ആളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ താമസിക്കുന്നതിൻ്റെ നേരെ എതിരാണ് മുടിവെട്ടണ അയാളും താമസിക്കുന്നത്. എനിക്കിപ്പോൾ 1 മാസമായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല പുള്ളിയുടെ. അപ്പോൾ അതാണ്, ആ ജോലിക്ക് അവിടെ ആളില്ല, ജനസംഖ്യയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ കാണേണ്ടത്, ഇവിടെ ജോലിയുണ്ട്. ആ ജോലി ആർക്ക് വരുന്നു? ബംഗാളി, ബീഹാറി, UP, രാജസ്ഥാൻ വരുന്നു. നമ്മുടെ ആളുകൾ USA, കാനഡ, ഓസ്ട്രേലിയ പോകുന്നു. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് ജോലി അവിടെയും ഈ ആളുകൾക്ക് ജോലി ഇവിടെയാണ്. അപ്പോൾ ആസ് എ ഗവൺമെൻറ് വാട്ട് ഷുഡ് ബി അവർ പ്രയോറിറ്റി? നമ്മുടെ പ്രയോറിറ്റി ഈസ് ടു ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ടു അവർ ഓൺ യൂത്ത്. അവിടെ ആയിരിക്കണം നമ്മുടെ പ്രയോറിറ്റി. അപ്പോൾ അതിൽ ഈ പറയുന്ന തൊഴിലുകൾ തന്നെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ വീട് വൃത്തിയാക്കണം, അത് നാളെ ഇപ്പോൾ ഒന്നുകിൽ ഹിന്ദിക്കാരായിരിക്കും, നാളെ ഇറ്റ് വിൽ ഡു ബൈ റോബോട്ട്. ഇപ്പോൾ വീട് വൃത്തിയാക്കുന്ന റോബോട്ടുകളുണ്ട്, കാര്യങ്ങൾ, അതിൽ നാളെ ഓട്ടോമേഷനിലേക്ക് വരും. നമ്മുടെ ചെറുപ്പക്കാർക്ക് പറ്റുന്ന തൊഴിലുകൾ ഇവിടെ തന്നെ ഉണ്ടാകണം. അത് മിക്കവാറും ഈ നോളജ് ഇൻഡസ്ട്രീസ്, IT ബേസ്ഡ് ഡിസൈൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ സമ്പദ്ഘടനയ്ക്കൊരു കർവുണ്ട്. സ്റ്റാൻഷി എന്ന് പറയുന്നൊരു വളരെ പ്രശസ്തനായിട്ടുള്ള തായ്ലൻഡ് ഇൻവെസ്റ്ററുടേതാണ്. അതിൽ ഈ 2 ഭാഗമാണ് വാല്യൂ അഡീഷൻ. ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ, ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഡിസൈൻ, ബ്രാൻഡിങ്, ദെൻ മാനുഫാക്ചറിങ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റിംഗ്, സർവീസ് ആഫ്റ്റർ സെയിൽസ്. ഈ ഭാഗത്തിലാണ് കൂടുതൽ ശമ്പളം കിട്ടുന്നത്, കൂടുതൽ വാല്യൂ ആഡ് ചെയ്യുന്നത്. ഐഫോൺ ഉണ്ടാക്കാൻ $10 ചിലവുള്ളൂ എന്ന് ചില വീഡിയോ പറയുള്ളൂ. അത് ഈ മാനുഫാക്ചറിങ് ആണ്. ഐഫോണിൻ്റെ മാനുഫാക്ചറിങ് നിങ്ങൾക്ക് വിയറ്റ്നാമിൽ നടത്താം, ഇന്ത്യയിൽ നടത്താം, ആഫ്രിക്കയിൽ നടത്താം. ഈ സൈഡ് ഉണ്ടല്ലോ ഡിസൈൻ, അത് എപ്പോഴും കാലിഫോർണിയ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്ത്യയുടെ കാലിഫോർണിയ ആകണം. മറ്റ് രാജ്യങ്ങൾ വിയറ്റ്നാമോ ചൈനയോ അല്ലെങ്കിൽ ബ്രസീലോ ഒക്കെ പോലെയുള്ള മാസ് പ്രൊഡക്ഷൻ്റെ കേന്ദ്രങ്ങളാക്കുക. ഈ മേഖലയിലായിരിക്കും നമുക്ക് ജോലി കൂടുതൽ കിട്ടാനുള്ള സാധ്യത വരുന്നത്. വി ആർ ട്രൈങ് ഫോർ ദാറ്റ്. ഇറ്റ്സ് ഗ്രേറ്റ് ടു ഹിയർ. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നമ്മളങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് തന്നെ ഒരു വളരെ നല്ലൊരു വാർത്തയാണ്. ഇനി സാറിൻ്റെ കല്യാണത്തിൻ്റെ സമയം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, വാണി മാം വിചാരിച്ചിരുന്നത് സാർ ഒരു ജേർണലിസ്റ്റാണ് എന്നാണെന്നാണ്. സാറിന് 2 മക്കൾ, ഹൃദ്യ, ഹരിത. അതിൽ ഹൃദ്യയുടെ ബർത്ത്ഡേയും സാറിൻ്റെ ബർത്ത്ഡേയും ഒരേ ദിവസം തന്നെയാണ്. പക്ഷെ ഒരു പൊളിറ്റീഷ്യൻ ആകുമ്പോഴത്തെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ സന്തോഷമുള്ള കാര്യങ്ങൾക്കൊന്നും ഇവരുടെ കൂടെ പലപ്പോഴും കൂടാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഈ ബാലൻസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് സാർ ആ ബാലൻസിങ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്? അത് പിന്നെ നമ്മളുള്ള സമയം നമ്മൾ പണ്ട് പറഞ്ഞില്ല, ഇല്ല നമുക്കായൊരു സന്ധ്യരാപ്പാതി അല്ലാതെ മറ്റൊന്നും ഇന്നിരിക്കലും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി. ഇപ്പോൾ 10:00 ഷോ ഇപ്പോൾ മാളുകളിലൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ സിനിമയുടെ പ്രശ്നത്തിന് പരിഹാരമായി. രാവിലെ നമ്മൾ ഇത്തിരി കുറച്ച് തുടങ്ങിയാൽ മതി, അപ്പോൾ രാത്രി പോവാം. അപ്പോൾ നമ്മൾ സമയം കണ്ടെത്താൻ ശ്രമിക്കുക. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണല്ലോ, എനിക്ക് തോന്നുന്നു അവരൊരു 5-6 തവണയാണ് ഇപ്പോൾ ഈ 5 വർഷമാകാൻ പോകാണുള്ളൂ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടാവുക. അത്രേ മക്കളിൽ 2-3 തവണ വന്നിട്ടുള്ളൂ. അവർ ഇവിടെ തന്നെ അവരുടേതായ ഇതിൽ തന്നെയാണ്, ഞാൻ കൂടുതൽ അവിടെയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ സമയം കണ്ടെത്തും. അങ്ങനെയുള്ള സമയം നമ്മൾ കണ്ടെത്താണല്ലോ ഇതിനകത്ത് നിന്നിട്ട്. നമ്മുടെ വകുപ്പിൻ്റെ ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞല്ലോ, 24/7 പ്രവർത്തിച്ചാൽ മാത്രമായിരുന്നു നമുക്ക് ഈ പ്രിസംഷൻസ് മാറ്റിയിട്ട് കോൺഫിഡൻസ് ബിൽഡിങ്. അതിനുശേഷം അപ്പോൾ ഞാനൊരു എൻ്റെ മൊബൈലിൽ നോക്കി അറിയാം, എൻ്റെ ഓഫീസിലൊരു ടൈം ക്ലോക്ക് ഉണ്ട്. ആ ടൈം ക്ലോക്കിൽ വലിയ സ്ക്രീനിൽ തന്നെ ഉണ്ട്, വരുന്നവർക്കും കാണാം. പിന്നെ ഞങ്ങളുടെ എൻ്റെ മൊബൈലിലും ഉണ്ട്. അതിൽ ഈ ഗവൺമെൻറ്റിന് 2021 മാർച്ച് 12 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആ നോട്ടിഫിക്കേഷൻ 2026 മാർച്ച് 12 വരെയാണെങ്കിൽ എത്ര മണിക്കൂർ, എത്ര ദിവസം, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ്, അതിനൊരു ടൈം ക്ലോക്ക് നമ്മുടെ മെഷീനുണ്ട്. അത് ഓരോ സെക്കൻഡും കൗണ്ട് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ടൈം വെച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിന്ന് വീട്ടിലേക്കും കുറച്ച് സമയം കുടുംബത്തിന് കൊടുക്കും. അവർക്ക് അണ്ടർസ്റ്റാൻഡാണ്, മക്കളും മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു ഗുണം വെച്ചാൽ ടെക്നോളജിയൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴെങ്കിലും വീഡിയോ കോളൊക്കെ വിളിക്കാമല്ലോ, കാണാം, മക്കളെ സംസാരിക്കാം. പരാതികളുണ്ടോ? സ്വാഭാവികമായിട്ട് കിട്ടുന്നില്ല എന്ന പരാതി എല്ലാവർക്കും വരുന്നതാണല്ലോ. പക്ഷേ അവരത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, അവരത് മനസ്സിലാക്കുന്നു. പിന്നെ എല്ലാവർക്കും നമ്മൾ ഓരോരുത്തരും
ഓരോ ഇതിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പിന്നെ പൊളിറ്റീഷ്യന്മാരാകുമ്പോൾ ഒരു ഗുണം, കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലാ കളക്ടർ ഉമേഷിനെ യാത്ര ചെയ്യപ്പെടുത്ത ഉമേഷ് പറയായിരുന്നു, ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഏറ്റവും കൂടുതൽ വർക്കും ചെയ്യും, ഇതുപോലെ ആക്സസബിൾ ഒന്നുമല്ല ഞങ്ങളുടെ നാട്ടിലൊന്നും, ഏറ്റവും കൂടുതൽ എന്നിട്ട് വിമർശനവും കേൾക്കേണ്ടി വരും. ഇത് കേരളത്തിൻ്റെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത്രയും ജനബന്ധം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉള്ളത് കൊണ്ടുകൂടിയാണ്. പിന്നെ നമ്മുടെ ഇതെന്ന് വെച്ചാൽ അവരും സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് പലതും വരേണ്ടി വരും. അവർ ക്വാളിഫിക്കേഷൻ, ചിലപ്പോൾ എൻ്റെ വൈഫ് റാങ്ക് കിട്ടി, എല്ലാം റാങ്ക് കിട്ടി, പക്ഷേ അവർ പിന്നെ പിന്നത്തെ മേലുവിലാസം നമ്മളായിട്ട് ഫിക്സ് ചെയ്യും. ഇതിന്ന അവരുടേതായ ഐഡൻറ്റിറ്റിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരും. അങ്ങനേതായ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് പോകുന്നു. സാർ ഒരുപാട് വായിക്കും എന്ന് എനിക്കറിയാം. അതല്ലാതെ ഒരു ഹോബി എന്താണ്, ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഹോബി? പലപ്പോഴും ഞാൻ ചിന്തിക്കാറില്ല അതാണ്. വായന തന്നെയാണ് പ്രധാനം. പിന്നെ സിനിമ, മൂവീസ് കാണാറുണ്ട്, അതാണ് പ്രധാനം. നേരത്തേക്ക് കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതുമായിരുന്നു, ഇപ്പം അത്ര സമയം കിട്ടാറില്ല. വായന തന്നെയാണ് പ്രധാനം. പിന്നെ അത് തന്നെ. ഈ സിനിമകൾ കാണുന്ന ഒരാളാണല്ലോ, അപ്പം സിനിമകളിൽ പലപ്പോഴും ഇടത് പ്രസ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കുന്ന സിനിമകളുണ്ട്. അത്തരം സിനിമകൾ കാണുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സന്ദേശം പോലുള്ളൊരു സിനിമയൊക്കെ കാണുമ്പോൾ താങ്കൾക്ക് എന്താ തോന്നാറ്? അല്ല, അത് നമ്മൾ ആസ്വദിക്കുക, സിനിമയെന്ന് ആസ്വദിക്കുക. സിനിമയ്ക്കൊരു പൊളിറ്റിക്സ് ഉണ്ടോ, അപ്പോൾ അതിൽ നിന്നുള്ള ചില കാര്യം ഇപ്പോൾ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. ഇപ്പോൾ ഒരു കേരളത്തിലെ വ്യവസായത്തെക്കുറിച്ച് ഏറ്റവും മോശമായി ഒരാൾ ഗൾഫിൽ നിന്ന് വരുന്നു, ഒരു ബസ് വാങ്ങിക്കുന്നു, ആ ബസ് തകരുന്നു, ഒട്ടും വിശ്വാസമല്ല, ഒരു കണ്ടക്ടർ കണ്ടക്ടർ പൈസ മുഴുവൻ അടിച്ചുകൊണ്ട്, ജഗദീഷ് പറ്റുന്നു അല്ലേ, പൈസ മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എത്തിക്കാൻ പോയ സന്ദേശം എന്താ? കേരളത്തിൽ ഇതൊന്നും നടക്കില്ല. യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് എന്താ? ഇങ്ങനെ ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കിട്ടിയ പണം വെച്ചിട്ട് ജീവിതം ഒന്നും അറിയാത്തൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക, ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ പോലും നോക്കാതിരിക്കുക, കാശ് കൈകാര്യം ചെയ്യുന്ന ഒരു ജോലിക്കാരനെ വയ്ക്കുമ്പോൾ ആരാണെന്ന് പോലും അന്വേഷിക്കാതിരിക്കുക, ഫിറ്റ്നസ് എന്താണെന്ന് പോലും നോക്കാതിരിക്കുക. അങ്ങനെ ഒരാൾ വ്യവസായം തുടങ്ങിയാൽ അന്ന് തന്നെ പൂട്ടിയില്ലല്ലോ എന്നതാണ് നമ്മൾ ആശ്വസിക്കേണ്ടത്. അത് കേരളത്തിലല്ല, ലോകത്തെവിടെയും അങ്ങനെയാണ് ഒരാൾ ബിസിനസ് നടത്തുന്നതെങ്കിൽ അപ്പോൾ തന്നെ തകർന്നു പോകും. പക്ഷേ അതിൻ്റെ നരേറ്റീവ് എന്നതെന്തോ, അയ്യോ ഇതാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളതാണ്. പിന്നെ ഒരാൾ വേറെ സിനിമേൻ്റെ ഒരു കോൺട്രാക്ടർ, മോഹൻലാൽ മുണ്ടൊക്കെ മുടക്കി കുത്തി ഒരു കുടയും പിടിച്ചു വരും, ഇതിങ്ങനെ കുത്തി നോക്കും. അപ്പോൾ കോൺട്രാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഇതൊന്നും പാലിക്കാതെ നടക്കണം, അതിന് കാശ് കിട്ടണം, കാശ് കിട്ടിയില്ലെങ്കിൽ അത് പ്രശ്നമാവും, ഇയാൾ തകർന്നു പോകും. ഇങ്ങനെയുള്ള പിന്നെ ഒരു വണ്ടി ഇയാൾ എടുക്കാൻ പോകുന്നുണ്ട്, അവിടെ നിന്ന് എടുത്ത് തരുമ്പോൾ ഇപ്പം ശരിയാക്കി തരാം എന്ന് കേട്ടിട്ട് അത് വിശ്വസിച്ചിരിക്കുക. അങ്ങനെ ഒരാൾ ഇൻവെസ്റ്റർ ആകാൻ പാടില്ല. ഇതാണ് മെസ്സേജ് കൊടുക്കേണ്ടത്. ഇതല്ല ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ പകരം എന്താ, അയ്യോ കേരള ആയതുകൊണ്ട് ഇതാകെ പ്രശ്നമാണ്. കേരളമല്ല, അമേരിക്കയല്ല, ഏത് ലോകത്ത് വെച്ച് ഇങ്ങനെ ബിസിനസ് നടത്തിയാലും തകർന്നു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള നരേറ്റീവുകൾ സിനിമകൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഓരോ സിനിമയ്ക്ക് അതിൻ്റേതായ പൊളിറ്റിക്സ് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ എഴുത്തുകാരൻ അല്ലെങ്കിൽ സംവിധായകൻ അറിയണമെന്നില്ല രാഷ്ട്രീയം. ആ സിനിമയ്ക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാവും, അല്ലെങ്കിൽ പുസ്തകത്തിന്, ഒരു നോവലിന്, ഒരു കവിതയ്ക്ക്, ഒരു കഥയ്ക്കൊക്കെ ഒരു രാഷ്ട്രീയം ഉണ്ടാവും. നമ്മളൊരു ചിത്രകാരന് വരയ്ക്കും രാഷ്ട്രീയം ഉണ്ടാവും. അപ്പോൾ എല്ലാം ഒരു ബിസിനസ്. ഞാൻ രാജ്യസഭയിൽ നിന്ന് പിരിഞ്ഞപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞ് സെൻട്രൽ ഹാളിലേക്ക് പോകുമ്പോൾ തൃണമൂലിൻ്റെ MP ആയിട്ടുള്ള വളരെ പ്രശസ്തനായ ചിത്രകാരുണ്ട്, പേര് പറയുന്നില്ല, അദ്ദേഹം എൻ്റെ കൈ പിടിച്ചു കൊണ്ടുപോയിട്ട് എനിക്കൊരു പടം വരച്ചു തരാൻ നിങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ എന്നെ ഇരുത്തി ലെറ്റർ ഹെഡിൽ തന്നെ ഒരു സ്കെച്ച് വരച്ചിട്ട് അതിൻ്റെ അടിയിൽ അദ്ദേഹത്തിന് ഒപ്പിട്ടു, എന്നോട് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ഒപ്പിട്ടു. അവിടെ ഫോട്ടോസ്റ്റാറ്റെല്ലാം അവിടെ എടുക്കുക. അവിടെ പോയി ഒരു ഫോട്ടോസ്റ്റാറ്റ് അദ്ദേഹം എടുത്തു, ഒറിജിനൽ എനിക്ക് തന്നു. അപ്പോൾ ടെലഗ്രാഫിൻ്റെ റിപ്പോർട്ടർ അവിടെ ഉണ്ട്, അദ്ദേഹം ബംഗാളിയാണല്ലോ. അപ്പോൾ അദ്ദേഹം ഫോട്ടോ ഒക്കെ എടുത്തു. ടെലഗ്രാഫ് ഫ്രണ്ട് ന്യൂസായിരുന്നു അവിടെ. എന്നിട്ട് ഇദ്ദേഹം പോയി, ഞാൻ തിരിച്ച് സെൻട്രൽ ഹാളിലേക്ക്. അപ്പോൾ ഈ ടെലഗ്രാഫിനാണ് ഒരു സാറേ ഈ പടം കളയണ്ട കേട്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ കളയില്ല, തന്നതല്ലേ. അല്ല, പുള്ളിയുടെ ഒടുവിൽ വിറ്റ ചെറിയ ചിത്രത്തിന് 1.5 കോടിയായിരുന്നു വില പുള്ളിയുടെ. ചിത്രം സൂക്ഷിച്ച് വെച്ചു, എപ്പോഴെങ്കിലും ഈ പേരുള്ളതുകൊണ്ട് ഒപ്പിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ അത്രയും മൂല്യമുള്ള കലകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും, സിനിമയ്ക്ക് മാത്രമല്ല ചിത്രകലയ്ക്ക് പോലും അത്രയും വിലയുണ്ടെന്ന് ഞാനീ പറയുന്നത്. അപ്പോൾ ഓരോന്നിനും ഒരു രാഷ്ട്രീയം ഉണ്ടാവും. എഴുത്തുകാരൻ കാണുന്ന രാഷ്ട്രീയമല്ല വായനക്കാരൻ കാണേണ്ടി വരിക. അല്ലെങ്കിൽ ഒരു സംവിധായകൻ ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറയാൻ പിന്നെ പുള്ളിക്ക് അവകാശമേ ഇല്ല. ഒരു സൃഷ്ടി കഴിഞ്ഞാൽ പിന്നെ അത് കാണുകയോ വായിക്കുകയോ ചെയ്യുന്ന ആളുടെ അവകാശമാണ്. ഇപ്പം ഞാനൊരു സിനിമ കാണുന്ന പോലെ ആണെന്നില്ല നിങ്ങൾ കാണുന്നത്.
ഞാൻ ആ സിനിമയിൽ നിന്ന് വായിച്ചെടുക്കുന്ന അർത്ഥമാകണമെന്നില്ല വേറൊരാൾ വായിക്കുന്നത്. അത് നമ്മുടെ അപ്പോൾ ഓരോ സിനിമയ്ക്കും അതിൻ്റേതായ രാഷ്ട്രീയം ഉണ്ടാവും. പിന്നെ ഒരു ഇടതുപക്ഷ വിരുദ്ധത ഒരു അലങ്കാരമാണെന്ന് കരുതുന്ന കുറച്ച് വിഭാഗങ്ങളുണ്ടല്ലോ. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണല്ലോ ഇടതുപക്ഷം കേരളത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത്. ഞാൻ ഈ സിനിമകളെല്ലാം കണ്ടപ്പം സാർ പറഞ്ഞ ആംഗിളിലൂടെ അതിൽ നോക്കിയിട്ടില്ല. ഞാൻ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണ്. സാറും ഒരു രസികനാണെന്ന് സാർ ആ സിനിമ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. കന്നഡയുടെയാണ്, നമ്മൾ ഈ കാഴ്ചപ്പാടിൻ്റെയാണ്, പെർസെപ്ഷൻ്റെയാണ് അല്ലേ സിനിമകളിൽ. സാർ പറഞ്ഞത് ശരിയാണ്. അതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് എടുക്കേണ്ട മെസ്സേജ് ഞാനും സാറും കണ്ടത് 2 സിനിമയാണെന്ന് ഞാൻ ഈ അവസരത്തിൽ മനസ്സിലാക്കുകയാണ്. ഏറ്റവും അവസാനം കണ്ട സിനിമ ഏതാണ്? സാറിന് സമയമുണ്ടോ ഇപ്പോൾ സിനിമയൊക്കെ? സിനിമകൾ കാണാറുണ്ട്. അവസാനം കണ്ടത് മറ്റേ സിനിമ ഏത് കണ്ടില്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ ഒടുവിൽ ഇറങ്ങിയാൽ മിക്കവാറും നല്ല സിനിമകളാണെന്ന് പൊതുവെ കേൾക്കുമ്പോൾ തുടരും ഒക്കെ കണ്ടതാണ്. അതുപോലെ ഇനി ഉള്ളൊടുക്ക് ഇപ്പോൾ അവാർഡ് കിട്ടി ഉള്ളൊടുക്ക് കണ്ടാണ്, കിഷ്കന്ധ കണ്ടെല്ലാം, സൂക്ഷ്മദർശിനി അതൊക്കെ കണ്ടതാണ്. അപ്പോൾ 10:30 ശേഷം ഏതോ മൾട്ടിപ്ലക്സിൽ പ്രതീക്ഷിക്കാം. ഞങ്ങൾ ഒന്നിച്ച് കാണാറ് മിക്കവാറും. ഇനി വീണ്ടും അടുത്ത വർഷം വീണ്ടും ഇലക്ഷൻ വരികയാണ്. 2 തവണ തുടർഭരണം കഴിഞ്ഞിരിക്കുന്നു. ഒരു 3-ാം തവണയും തുടർഭരണം കിട്ടുമെന്ന് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട്? അല്ല, കേരളം അത് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു തുടർച്ച വേണം എന്നുള്ളത്. ഇന്നലെ ഞാൻ കൊച്ചിയിൽ അവതരിപ്പിച്ച പദ്ധതി നമ്മുടെ ഗവൺമെൻറ് അനുമതി നൽകിയ 3716 കോടിയുടെ കനാൽ റിജനുവേഷൻ പദ്ധതിയാണ്. 6 കനാലുകൾ ആഴം കൂട്ടി വീതി കൂട്ടി അതിൻ്റെ വശങ്ങളെല്ലാം മനോഹരമായ നടപ്പാതകൾ, നമ്മൾ ആംസ്റ്റർഡാം, സിംഗപ്പൂർ, വെനീസിലെ കണ്ടിട്ടുള്ളത് പോലെയുള്ള ഒരു മാറ്റം കൊച്ചിക്ക് ഉണ്ടാക്കുന്ന പദ്ധതിയാണ്. മെട്രോ കഴിഞ്ഞാൽ മെട്രോയുടെ ആദ്യഘട്ടം 4000 കോടിയായിരുന്നു. ഏകദേശം അത്രയും പണമാണ് നമ്മൾ ഇപ്പോൾ ഇതിന് അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം തുടരണമെന്ന് ജനങ്ങൾ സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കും. ഒരു മാറ്റം ഉണ്ടാകണം. ഇപ്പോൾ വാട്ടർ മെട്രോ വലിയ മാറ്റം ഉണ്ടാക്കി. ഇൻവെസ്റ്റ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സംവിധാനങ്ങളാകെ മാറുന്നു. കേരളം ഒരു വിജ്ഞാന സമൂഹത്തിലേക്ക് മാറുന്നു. കേരളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഈ മാറി എന്നുള്ളത് പൂർണ്ണമായിട്ട് ശരിയല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ, ഒരു ഗവൺമെൻറ് വരുന്നു, അടുത്ത ഗവൺമെൻറ്, തുടർച്ച ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഞാൻ ആരംഭിക്കുമ്പോൾ എനിക്ക് എളുപ്പമാണ്, കാരണം നേരത്തെ ഗവൺമെൻറ് തുടർച്ചയാണ്, പോളിസി ഉണ്ട്, പുതുതായിട്ടൊന്നും ഉണ്ടാക്കേണ്ടില്ല, മറിച്ചിടേണ്ടതില്ല, അത് തിരുത്തേണ്ടതില്ല. കണ്ടിന്യൂഷൻ ഓഫ് ദ പോളിസീസാണ്. കണ്ടിന്യൂഷൻ ഓഫ് ദ ഗവൺമെൻറ് മീൻസ് ദാറ്റ് കണ്ടിന്യൂഷൻ ഓഫ് ദ പോളിസീസ്. അപ്പോൾ അതുകൊണ്ടൊരു ബ്രേക്കില്ല. അപ്പോൾ അത് കേരളത്തിന് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മാറ്റം വേണം, ഒരു തുടർച്ച, മുന്നേറ്റം തുടരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇനി ഞങ്ങൾ ശ്രദ്ധിച്ച് അത് ശക്തിപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കുക. അതാണല്ലോ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. അവരാഗ്രഹിക്കുന്നു, ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞു അത് പൂർത്തീകരിക്കാനായിട്ടും മറ്റ് പ്രശ്നങ്ങളിൽ പല വിവാദങ്ങളും അതിലേക്കൊന്നും അധികം ശ്രദ്ധിക്കാതെ നമ്മളെ ഏൽപ്പിച്ച ജോലി വളരെ കൃത്യമായി തന്നെ ഓരോരുത്തരും ചെയ്യുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അങ്ങനെ വന്നാൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും അവർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ തന്നെ മാറ്റമുണ്ടാകും എന്ന് കേരളം മാറണമെന്നൊരു കരുതി ആ മാറ്റം വന്നു. ഒരു നവവിജ്ഞാന കേരളത്തിൽ മാറ്റം, ആ മാറ്റം മുന്നേറ്റം തുടരണം എന്നവർ സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കും. ഒരൊറ്റ കാര്യം കൂടെ, ഇത് എൻ്റെ പേഴ്സണൽ ക്വസ്റ്റ്യനാണ്. നോക്കുകൂലി അതില്ല എന്ന് പറയുമ്പോഴും പലപ്പോഴായി പല വീഡിയോസ് പുറത്തു വരികയും നോക്കുകൂലി ഉണ്ടെന്ന് പറയുകയും, അതുപോലെ സ്കിൽഡ് അല്ലാത്ത ഈ തൊഴിലാളികൾ അവർ ചില ജോലികൾ എടുത്ത് ജീവൻ വരെ പോയ സംഭവങ്ങൾ നമ്മൾ റീസെൻ്റ്ലി കാണുകയുണ്ടായി. ഇതിനെന്തെങ്കിലും തരത്തിലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട്? അല്ല, നോക്കുകൂലി നമ്മൾ അംഗീകരിക്കുന്നതല്ല, അതൊരു ക്രിമിനൽ കുറ്റമാണ്. കടകളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ സ്വിഗ്ഗി വഴി വാങ്ങുന്നു. അപ്പോൾ കടക്കാർക്കുള്ള കച്ചവടം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് നഷ്ടപരിഹാരം ഞങ്ങൾക്ക് നോക്കൂലി വേണമെന്ന് അവർക്ക് ഈ കൊമേഴ്സ് തോന്നുന്നു, ഞങ്ങളുടെ കച്ചവടം കുറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കിട്ടണമെന്ന് അവർക്ക് പറയാൻ പറ്റും. ടെക്നോളജി വരുമ്പോൾ പോലെ മാറ്റം വരും. ഹെഡ് ലോഡ് വർക്കേഴ്സിൻ്റെയും അവരുടെ തൊഴിൽ, ഇപ്പോൾ ചെയ്യുന്ന ആളുകളുടെ തൊഴിൽ അവർ ചെയ്യാൻ പറ്റുമ്പോൾ സംരക്ഷിക്കണം, അവർക്കും വരുമാനം ഉണ്ടാകണം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ ടെക്നോളജി ഉപയോഗിക്കുന്നതാണെങ്കിൽ ഒന്നുകിൽ അവരെ സ്കെയിലിംഗ് അപ്പ് ചെയ്യണം, അവരുടെ സ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അത്തരം കാര്യങ്ങളിൽ. പക്ഷേ റിപ്പോർട്ടഡായ ഏതെങ്കിലും സംവിധാനം വഴിയായിരിക്കണം, പഴയ പോലെ ആകണത്. പണ്ടത്തെ എല്ലാ തൊഴിലുകളും എല്ലാ കാലത്തും നിൽക്കില്ല. ഇപ്പോൾ പണ്ട് നമ്മൾ കണ്ടിരുന്ന തൊഴിലുകൾ പലതും കാലാന്തരപ്പെട്ടു പോകുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് പുതുക്കണം. അപ്പോൾ ഹെഡ് ലോഡ് ചെയ്ത് വർക്കർ നേരത്തെ ഇപ്പോൾ തലച്ചുമടായിട്ട് 100 കിലോ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിൽ ആരും തയ്യാറായെന്ന് വരില്ല. അതിന് പുതിയ ടെക്നോളജി വന്നു. ഡിസ്പ്ലേസ്മെൻ്റ്, അവരുടെ ജീവിതത്തിൻ്റെ വരുമാനം ഉറപ്പുവരുത്താൻ പറ്റണം, അതിന് പറ്റുന്ന രൂപമായിരിക്കണം വേണ്ടത്. അതുകൊണ്ട് നോക്കുകൂലിയെ നമ്മളാരും അംഗീകരിക്കുന്നില്ല.
പിന്നെ കേരളത്തിൻ്റെ ഒരു മുഖം നോക്കുകൂലിയാണെന്ന് അവതരിപ്പിക്കുന്നത് തെറ്റാണ്. അത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. ഞാൻ പറയാറുണ്ട്, ഇവിടെ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ പത്രം നോക്കിയാൽ ആന്ധ്രാപ്രദേശിലെ കിയയുടെ കാർ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോയ 900 കാറുകൾ മോഷണം പോയി. അപ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതത്തോടുകൂടിയല്ലേ കേൾക്കുന്നത്. ചെറിയ വാർത്തയായിരുന്നു. കേരളത്തിലൊരു എൻജിൻ ഇറക്കി വയ്ക്കാൻ 1 മണിക്കൂർ വൈകിയാൽ ലോകത്തറിയാത്ത ആരും ഉണ്ടാവില്ല. നമ്മൾ തന്നെ അത് എല്ലാ ഭാഷയിലും കൊടുക്കും. ഇത് 900 കാറുകളാണ് നഷ്ടപ്പെട്ടു, മോഷണം പോയത്. ഇപ്പോൾ പോലീസ് അന്വേഷണമൊക്കെ ഒന്ന് ഈട്ടിയിലൊക്കെ ഹിന്ദുവിലും വാർത്ത വന്നിരുന്നു. ഇവിടെ മഹാരാഷ്ട്രയിൽ ഒരു വിൻഡ് മില്ല്, ഇൻ്റർനാഷണൽ വിൻഡ് മില്ല് തുടങ്ങുന്ന സ്ഥലത്ത് അവിടെ തർക്കം വന്നു. ഞങ്ങൾ പറയുന്ന ആളെ തന്നെ വയ്ക്കണമെന്ന് പറഞ്ഞു. ആ തർക്കം പരിഹരിക്കാൻ പഞ്ചായത്ത് സർപഞ്ച് ചെന്നു. അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. അതിൻ്റെ പേരിൽ അവസാനം ഒരു മന്ത്രിക്ക് അവിടെ രാജിവെക്കേണ്ടി വന്നു. നമ്മുടെ നാട്ടിൽ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവിടെ പഞ്ചായത്തിൽ നിന്ന് പ്രസിഡന്റ് പോയിട്ട് തടഞ്ഞു വെച്ചു എന്നൊരു വാർത്തയുണ്ടെങ്കിൽ അറിയാത്ത ആരും ലോകത്തുണ്ടാവില്ല. അപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. നമുക്ക് കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറി. ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ ഇനിയും വരികയും അത് നമ്മൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കലാണ് വേണ്ടത്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അറിയാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾക്കാണ് താങ്കൾ ഉത്തരം തന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു, ഇനിയും വരാനിരിക്കുന്നു എന്നുള്ളതും യുവതലമുറയെ സംബന്ധിച്ചും ഇനി തിരികെ നാട്ടിലേക്ക് വരാനുള്ള ആളുകൾക്കും വലിയൊരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ഒരുപാട് നന്ദി സർ. താങ്ക് യു സർ. സൈന 40 വർഷം സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ താങ്ക് യു.